എന്താടാ ചേട്ടാ എല്ലാം കഴിഞ്ഞു. ശരി, കൂട്ടം കൂടി നിൽക്കണ്ട, തീർച്ച ഓടുന്നു. എണീക്കടാ പോവാം. ഓ എഴുന്നേറ്റാ താഴെ വീഴും മാഷേ. സ്ഥലം എവിടെ? ശരി സേവ്യരെ വാ. എവിടെയാ സ്ഥലം? ഗാന്ധിപുരം. വേഗം വേഗം ഒന്ന് പെട്ടെന്ന് പോ. നന്നായിട്ട് ഇരുന്നിട്ട് ശരീരം കുടിപ്പിക്കാൻ നോക്ക്. നിന്റെ കടമ ചെയ്യേ, ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരോട്ടം പോലും പോണില്ല. എപ്പാ നോക്കിയാൽ ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. എനിക്കോ ഒരു ഇഡ്ഡലി പോലും തിന്നാൻ പറ്റണില്ല. അല്ല എന്താ പറ്റിയത്? ആരെയോ വെട്ടിന്ന് പറഞ്ഞത്. ഇവന്മാരൊന്നും നന്നാവാൻ പോണില്ലെന്നേ. ആ വൈറ്റ് ടീഷർട്ടിനെ വിളിച്ചു. ശരി സാർ. എന്നെ പതുക്കെ എണീപ്പിച്ചു കൊണ്ടുപോകും. ശരി അതെ സാർ വിളിക്കുന്നു. സാറേ നന്നായിട്ട് പേടിച്ചിരിക്കുക സാറേ. അങ്ങനെയാണോ? എനിക്ക് വയ്യ. എന്താ പ്രശ്നം? സാർ അദ്ദേഹത്തിന് തല കറങ്ങുന്നുണ്ട്. പോയി വിളിച്ചിട്ടോ. ശരി സാർ. താഴത്തെ ഇങ്ങോട്ട് വരില്ലേ? അയ്യോ സാറേ എനിക്ക് വയ്യാത്തതുണ്ടോ സാറേ? സാർ എണീക്കൂ സാർ. ഇല്ല സാർ ഭയങ്കര ദേഷ്യത്തിലാണ്. അയ്യോ സാറേ എനിക്ക് ഒന്നും അറിയില്ല. സാറേ എനിക്ക് തല കറങ്ങുന്നു സാറേ. പേരെന്താ? കാറ്റാടി സാർ. പേര് വെച്ച് അത് മാത്രം പറഞ്ഞാൽ കാറ്റാടിതാ സാറേ. താൻ കണ്ടായിരുന്നോ? ഇല്ല സാറേ. എപ്പോഴാ വന്ന്? നിങ്ങൾ വന്നതിന് ശേഷമാണ് സാറേ ഞാൻ വന്നത്. വന്ന ഉടനെ അവിടെ പോയി ഇരുന്നു. തല നന്നായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു സാർ. കറങ്ങും. എന്താടോ അത്? എന്താന്ന് ചോദിച്ചേ? അത് മൂട്ടയെ ഞെരിച്ചു വന്നു സാർ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ നാടിന്റെ ശാപം. ആദ്യം നിങ്ങളെയൊക്കെയാണ് ഇല്ലാതാക്കേണ്ടത്. അറിയില്ല, വന്നിട്ടില്ല, കണ്ടിട്ടില്ല, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫാമിലി മാനാണ് സാർ. ഞങ്ങളൊക്കെ അനാഥരാണ്. ഞങ്ങൾക്ക് ഫാമിലി ഉണ്ടോ? താനും കണ്ടിട്ടില്ലല്ലോ? കണ്ടില്ല സാർ. പോയി കിടന്ന് ഉറങ്ങാൻ. നമസ്കാരം സാർ. അണ്ണാ ആംബുലൻസ് ഇറങ്ങി. ശരി അണ്ണാ. അണ്ണാ ജീവനുണ്ടണ്ണ. ഹോസ്പിറ്റലിലോട്ട് പൊക്കിക്കൊണ്ട് പോവുക. അവൻ ജീവിച്ച നമ്മുടെ കാര്യം പോക്ക. ഒരുത്തിനെ വെറുതെ വിടില്ല. ആംബുലൻസിന്റെ തടയടാ. വണ്ടി നിർത്താൻ. സേവ്യരെ എന്താ പുറത്തുനിന്ന് പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ആ പേഷ്യന്റിനെ മര്യാദയ്ക്ക് നോക്കാം. ഞാൻ നോക്കിക്കോളാം. പേടിക്കണ്ട. വണ്ടി നിർത്തുന്ന പോയിക്കൊണ്ടിരിക്കുക. മോനെ വണ്ടി എടുക്കടാ.
ആ മോനെ, നീ പഠിക്കുന്ന പയ്യനാ, നീ ഇതിലിടപെടണ്ട. ആ പറ. പറഞ്ഞിട്ട് ചെയ്തുകൂടായിരുന്നു. ഇതുവരെ എല്ലാം പറഞ്ഞിട്ടാണോ ചെയ്തേ? മന്ത്രി നാരായണ, എനിക്ക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഉത്തമ, അവനെല്ലാം അറിയാടോ, അതിനെല്ലാം അവന്റെ വായടയ്ക്കാൻ ശ്രമിച്ചേ. പ്രശ്നം ആകെ വഷളായിരിക്കുക. മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. കുറച്ച് നാളത്തേക്ക് സൈലന്റ് ആയിരിക്കേ, അല്ലെങ്കിൽ താൻ ചിലപ്പോൾ കൊടുക്കും. ആ വാ. സർ, പബ്ലിക് പ്ലേസിൽ നാട് റോഡിൽ വെച്ച് ഇതൊന്നും ശരിയല്ല സർ, തെറ്റാണ്. റഹ്മാൻ, വളരെ നന്ദി സാറേ. ശ്രദ്ധിക്കട്ടോ, നിനക്ക് കൂടുതൽ പരിക്കൊന്നും പറ്റിയില്ലല്ലോ. അകത്തേക്കുള്ള അടിയാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരു ശത്രു മുളച്ചു വരുന്ന ഉറപ്പാ. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും 4 പേര് മരിക്കും. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലോ? ചേട്ടാ, ആംബുലൻസ് ഡ്രൈവറാണ് നമ്മളോട്ട് കറക്കിയത്. എത്ര പറഞ്ഞിട്ടും നിർത്തിയതേ ഇല്ല. ഒന്ന് പോടാ, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല. നിന്നെയൊക്കെ വെച്ച് അവനോട് അടുത്ത പ്രശ്നം തുടങ്ങിയെന്നാ തോന്നണേ. സേവരെ, ഡാ ഇങ്ങോട്ട് വന്നേ. ആരടോ താൻ? വെട്ടുകൊണ്ട ആളായോ, ഫോൺ ചെയ്ത് പറഞ്ഞ ആളായോ, ചെന്ന് രക്ഷിച്ച ആളുമായോ, യാതൊരു ബന്ധവുമില്ല എനിക്ക്. ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, അത്രയും മാത്രമേ കരുതിയുള്ളൂ. അയാൾ എത്രക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ ജീവന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ദയവായിട്ട് കിട്ടിയത് എനിക്ക് ജോലി. അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യുകയും ചെയ്യും. എൻ്റെ അമ്മ ഇതുവരെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ സമ്മതിച്ചിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടെത്തിക്കും. നാളെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുക. എന്നോട് ദേഷ്യം തോന്നരുത്. വണ്ടി എടുക്കടാ. ശരി ചേട്ടാ. പിന്നെ ഇവന്റെ പുറത്തൊരു കണ്ണു വേണം. ആ ശരി. ഹലോ, ആ സ്ഥലം എവിടെയാ? ആ സേവ്യരെ, വാ വാ. ഇനി മേലാല് ഇഡ്ലിയിൽ കൈ വച്ചാലും എന്നെ ചെരുപ്പൂരി അടിക്കും. താക്കികൾ ഇതും കൊണ്ട് പോട്ടെ. ഇതെന്തത്? ഒരു ചെരുപ്പ് മാത്രം മോഷ്ടിക്കുന്ന സ്വഭാവം, റാസ്കൾ. വീണ്ടും കളവ് പോയോ? ഈ വീട്ടിൽ നിന്നെ ഒഴിച്ച് എല്ലാതും കാണാൻ പോകുന്നു. അയ്യോ അച്ഛാ, എന്റെ ബൈക്കിന്റെ കണ്ണാടി കാണുന്നില്ല. എന്താ മോളെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മോഷണം നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച കുക്കറിന്റെ വിസിൽ കാണാതായി പോയി അല്ലേ? അതെ അച്ഛാ, എന്തെങ്കിലും ആക്ഷൻ എടുക്കച്ചാ. നിയമത്തിലൂടെ തന്നെ പോവാം. ശാന്തി ചേച്ചി, അമ്മാവൻ എന്തോ ആക്ഷൻ എടുക്കാൻ പോകുന്നു. വാ. ഒറ്റയ്ക്ക് പോയാൽ കംപ്ലൈന്റ് എടുക്കുന്നു തോന്നുന്നില്ല. അവരുടെ വീട്ടിൽ എന്തൊക്കെ കാണാതെ പോയെന്ന് ചോദിക്കേ. ആദ്യം നമ്മുടെ വീട്ടിൽ കാണാതെ പോയത് എഴുതച്ചാ. ബൈക്ക് മിറർ 2, കുക്കർ വിസിൽ 1. മഗി, എന്താ വീട്ടിലെ അടിപ്പമ്പ് കണ്ടില്ല? പമ്പ് പോയോ? ഇല്ല ചേട്ടാ, പിടി മാത്രം. ചേട്ടാ, എന്റെ ഓട്ടോ വെച്ചിരുന്ന ഹോണ് കാണുന്നില്ല. ആയിക്കോട്ടെ. അതെ, ഞാൻ വെറ്റില ഇടിക്കുന്ന ഒരല് കാണുന്നില്ല, അതൊന്ന് കണ്ടുപിടിച്ചതാ. അതും എടുത്തോണ്ട് പോയോ? അതെ മോനെ, ഇതും എഴുതിക്കോ. വെറ്റില്ല കുത്തുന്ന ഒലക്ക. എന്റെ ഇടത്ത് കാലിലെ ചെരുപ്പ് കാണാനില്ല. അതുപോലെ പട്ടി മോഷിച്ചാ ഒന്ന് പോടാ. അത് ഏത് നായാണെന്ന് എനിക്ക് അറിഞ്ഞു തന്നെ ആവണം. ശരി, എന്താ സൈസ് പറ. 9 നമ്പർ. സാർ, എന്റെ വെപ്പുമുടി കാണുന്നില്ല. സൗരമുടിയോ? അതെ സർ. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചോടാ നിനക്ക്. ഉറങ്ങി കിടന്നപ്പോ എടുത്തിട്ട് പോയി. അപ്പൊ വാതിലടച്ചിട്ടാ ഉറങ്ങിയത് അല്ലേ?
ശൗര്യമുടി 1. സാറേ കിണറ്റിന്റെ അടുത്ത് വെച്ചിരുന്ന തൊട്ടി കാണുന്നില്ല. അത് പിത്തലാണോ അതോ ഇരുമ്പാണോ? പിച്ചള. പിത്തല ബക്കറ്റ് 1. ശരി, വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വരണം. അതെ, നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ പറഞ്ഞു വിട്ടാ മതി. എല്ലാരും പോയി ഒരുമിച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. ആരുടെ പേരില്? എന്നാലേ ശരിയാവുള്ളൂ. അച്ഛാ, തൊട്ടിയും കയറി മോഷ്ടിക്കാനായിട്ട് ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വരും? പാവം ഇവിടുത്തെ ഏതെങ്കിലും പിള്ളേർ ചെയ്ത് പണിയായിരിക്കും. അത് വിട്ടുകളാച്ചാ, ഒരു പാവം കള്ളൻ. എന്തെന്ന് പാവം കള്ളനാ? അവനും പ്രയോജനമില്ല, എനിക്കും പ്രയോജനമില്ല. ഇത് എന്തോന്ന് മോഷ്ടാവാണ്? ഡോ, അത് താഴെറോ. നാണല്ലോ ഒറ്റക്കാല് ചെരുപ്പിട്ടുണ്ട് വന്നേക്കാം. സെക്യൂരിറ്റി എന്നും പറഞ്ഞ് നടക്കൽ മാത്രമേ ഉള്ളൂ, ഒന്നിട്ട് സൂക്ഷിക്കുകയില്ല. സേവിയറെ, താനെന്തിനെ വെറുതെ തലയിൽ കൂടെ തോർത്തുമുണ്ടൊക്കെ ഇട്ട് സങ്കടപ്പെട്ട് നിൽക്കണേ? നമ്മുടെ ആംബുലൻസിലുണ്ടായിരുന്ന സൈറനില്ലേ, അതാരടിച്ചുകൊണ്ട് പോയി. അച്ഛാ, ആ കംപ്ലൈന്റ് തന്നെ. മോനെ, സൈറനെ മോഷ്ടിക്കാൻ ചൈനയിൽ നിന്നാണോ വരാമണോ? ഒന്ന് ചുമ്മാറ്. അച്ഛാ, മോഷണം ഒരു കുറ്റാണ്. ആ, അത് മൂളയിലെ തന്നെ നുള്ളി കളയണം. ഓഹോ, നിങ്ങളുടെ സാധനം മോഷണം പോയപ്പോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? പേന്ന് സൈറൻ അടിച്ചുകൊണ്ട് പോയാലും റോഡിൽ ഒരുത്ത സൈഡ് പോലും തരില്ല. സൈറൻ ഇല്ലാണ്ട് പോയെന്ന് വെച്ചോ, നാണക്കേടാണ് കേട്ടോ. കണ്ടുപിടിക്കാൻ നോക്ക് എന്റെ സിംഹമേ. അച്ഛാ, അത് തന്നെ. ആ പാനിങ് ഇതാ. അയ്യോ, ആംബുലൻസ് സൈറൻ 1. പോലീസ് സാറേ, ആ എന്റെ ഒരല് വലക്കേ കിട്ടും. ഭയങ്കര ദേഷ്യത്തിലിരിക്കണത്. അയാളുടെ വായിലിരിക്കണ കേൾക്കാതെ പോവാൻ നോക്ക്. ചവയ്ക്കാൻ കഴിയുന്നില്ല. ഒന്ന് ചവയ്ക്കാണ്ടിരിക്കാമോ? ഓരോ ചെരുപ്പ് എടുത്തിട്ട് വലിയൊരു കംപ്ലൈന്റ്. അതിന് പുറകെ കുറെ ആൾക്കാർ. തന്നെ ആവണം. ഇപ്പൊ അറിയണ എനിക്ക്. ഞാൻ അല്ലെങ്കിൽ ഉറങ്ങൂല. എടോ, ആ നിൽക്കുന്ന ആരെന്നറിയോ? സാറേ പ്ലീസ് സാർ, കണ്ടുപിടിക്കും സാർ. ജുവലറി ഓണറാണ്. ഇന്നലെ രാത്രി കടയിൽ കള്ളത്താക്കോലിട്ട് 1.25 കോടിയാണ് അടിച്ചോണ്ട് പോയത്. പിന്നെ ഇതാ അയാളെ പെണ്ണുപിള്ളേ പിള്ളേരോടൊപ്പമാണ് അടിച്ചോണ്ട് പോയത്. ഇപ്പോ അവന്മാരെയാണോ പിടിക്കേണ്ടത് അതോ ഇവനെ പിടിക്കണോ? സാർ, ചെറുതായാലും വലുതായാലും കുറ്റം കുറ്റം തന്നെയല്ലേ സാറേ? വിഷ്ണു, അല്ല സാർ, ആംബുലൻസിന്റെ സൈറന് കമ്പനിയിൽ ഞാൻ മറുപടി പറയണം. നിന്നോട് എനിക്ക് അല്പം സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ ഇരിക്കാൻ സമ്മതിച്ചത്. നീ പോകാൻ നോക്ക്. നിങ്ങൾ 7.25 കോടി ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ 80,000 പേരേ ഉള്ളൂ. എല്ലാറ്റിനും പോലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്കും സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ വേണം. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യേ. ചെല്ലേ. ആ സബ് ഇൻസ്പെക്ടറെ നമ്മളെ നാറ്റിച്ചു കളഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞാലും കാര്യമില്ല സേവിയറെ. എല്ലാ കാര്യത്തിനും അവർ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെ വേണം. ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ പുലി? സെക്രട്ടറി സാറേ, എന്റെ ഒരല് വലക്കേ കിട്ടുമോ? എന്റെ ദൈവമേ, കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കുവോ? അതെ, പറ മോനെ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ആ ശരി. ആ, ഗർജിക്കുന്ന സിംഹക്കുട്ടികൾ എന്ന ഈ സംഘം ഗാന്ധിനഗറിന്റെ രക്ഷകരായ സംഘമാണ്. ഗാന്ധിനഗറിൽ താമസിക്കുന്ന 16 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും ഈ സംഘത്തിലെ അംഗങ്ങളാണ്. സ്വയം വരുന്നവരെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാത്രി റോഡിൽ റോന്നുണ്ടായിരിക്കുന്നതാണ്. ആ മോഷ്ടാവിനെ പിടികൂടുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ സംഘത്തിന്റെ ലക്ഷ്യം. ലക്ഷ്യം ലക്ഷ്യം ലക്ഷ്യം. ചീരിപ്പായുന്ന പുലികളാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ കാരണവന്മാരാണല്ലോ. അവിടെ ഒരു മിലിറ്ററി പുലി. എടോ, ആ പൊതുപ്പ് താഴേക്കൊന്നിട്ടേ. കള്ളനെ പിടിക്കാൻ വന്നാണോ അതവിടെ കിടന്ന് ഉറങ്ങാൻ വന്നതാണോ? എന്റെ അടുത്ത കാലം ചെരുപ്പ് കിട്ടുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. പോടാ. വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞടിച്ചേക്കാണ്. അതൊക്കെ പോട്ടെ, ഇപ്പൊ താനെങ്ങനെയാ ഉന്തിക്കൊണ്ടു പോകുന്നത് തട്ടുകട പോലെ? അതല്ല പുലി, രാത്രി ഉറക്കം വിളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാ. ഇവൻ ഇവിടെ നിന്ന് ഉറക്കം തൂക്കാനുണ്ടല്ലോ, തലയിൽ ചൂടുവെള്ളം കോരി ഒഴിക്കും ഞാൻ. ആ, ഇതാരാണപ്പോ ഈ വരുന്നത്? ഉറക്കം വരണില്ലായിരിക്കും അല്ലേ? എന്റെ ഒരല് വലക്കേ കിട്ടുമോ സെക്രട്ടറി സാറേ? ഇതൊക്കെ നമ്മുടെ ഈ സംഘത്തിന്റെ ഉദ്ദേശം തന്നെ കള്ളനെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരല് വലയ്ക്കും വീട്ടിലെത്തും. ഇതുപോലെ പാതിരാക്കൊന്നും ഇവിടെ കിടന്ന് കറങ്ങല്ലേ. കൊച്ചുകുട്ടികൾ കണ്ട പേടിച്ചു പോവും. ആ തലയെക്കെട്ടഴിച്ചിട്ട് പോവാൻ നോക്ക്. ട്രഷറർ സാറേ, എന്റെ ഒരല് വലക്കേ കിട്ടുമോ? ഒന്ന് പോ വല്യമ്മേ. മോനെ വിഷ്ണു, പദവിയിൽ ഇരിക്കുന്നവർക്കൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ല. എന്റെ പ്രശ്നം എനിക്കല്ല അറിയൂ. എത്രയും വേഗം കള്ളനെ പിടിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ ഈ കമ്മിറ്റി പിരിച്ചു വിട്ടേക്കും. എന്താടോ, എന്തെങ്കിലും കേസുണ്ടോ? ഇല്ല ചേട്ടാ, സെറ്റിൽ പഴയ സൈറനോടൊന്ന് പറഞ്ഞു, അത് പോയി ഫിറ്റ് ചെയ്തിട്ട് വന്നേക്കാം. ശരി, ചെല്ല്. ഇതാരാത് ഇത്ര ഉയരമുള്ളൊരു മനുഷ്യൻ? എന്താണാവോ കാര്യം? ഒരു വിസിൽ പോലത്തെ ചെക്കൻ വിസിൽ ചോദിക്കണം. കുട്ടികളൊന്നും ഇതേപോലത്തെ ഓപ്പറേഷനിൽ ജോയിൻ ചെയ്യാൻ പാടില്ല.
സാറ് വീട്ടിൽ പോയി ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് തലേനയുടെ ഉള്ളിൽ പോയി കിടന്നോ. പോന്നോക്ക് എന്താണാവോ? അയ്യോ, പല വിധത്തിലാണല്ലോ വരണത്. ഞാൻ എന്ത് ചെയ്യാനാ? പറയൂ പുലി. വോളണ്ടിയേഴ്സിനെ നിരുത്സാഹപ്പെടുത്തല്ലേ? തീർച്ചയായിട്ടും ചേർത്തേക്കാ പുലി. ആ ടോർച്ച് ലൈറ്റും അവന്റെ കൈ കൊടുത്തേക്ക്. അവന്റെ കയ്യിനോ കാലിനെന്തെങ്കിലും പറ്റിയാലേ നാളെ അവന്റെ അച്ഛനമ്മ വന്ന് ചോദിക്കും. നിങ്ങളാ മറുപടി പറയേണ്ടത്. നോ കമന്റ്സ്. മോഷ്ടാവ് വരാനുള്ള സമയമായി. നമ്മളെല്ലാവരും 4 ഗ്രൂപ്പായി പിരിഞ്ഞ് ഗാന്ധിനഗർ മൊത്തം ചുറ്റി വളയണം. ഉള്ളതേ 4 ആള്. ഇതിൽ ഗ്രൂപ്പ് വേറെ ഇരിക്കണം. അത്ര നിന്റെ പെറുപെറുപ്പ് ഞാനിവിടെ കേൾക്കുന്നുണ്ട്. കേട്ടല്ലേ? പറയുന്നത് പോലെ ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും ഈ ഭാഗത്തേക്ക് പോ, നിങ്ങൾ രണ്ടുപേരും ആ ഭാഗത്തേക്ക് പോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോ. ഞാൻ ഒറ്റയ്ക്ക് ആ ഭാഗത്തേക്ക് പോകണം. സംശയത്തോടു കൂടി ആരെങ്കിലും കാണുകയാണെങ്കിൽ നീട്ടി ഒരു വിസിലടിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ആ മോഷ്ടാവിനെ ഒന്ന് കൈയോടെ പൊക്കും. എന്താടാ ചിരിക്കണത്? ഇങ്ങ് വന്നേ. ആരൊക്കെയാണ് എൻ്റെ കൂടെ പറഞ്ഞയക്കണത്? കാലിൻ്റെ ഉള്ളിലൊന്നും വന്ന് വീഴല്ലേ. കുറച്ച് ദൂരത്തിലങ്ങ് നടന്നു. ഞങ്ങളൊക്കെ മാനത്ത് നോക്കിയിട്ടാ കള്ളന്മാരൊക്കെ പിടിക്കണതടാ, അറിയോ? അങ്ങനെയാണോ? നീ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എടാ, ആരുടെ അടുത്താ നിന്റെ കളി? അടിച്ച് നശിപ്പിച്ചോളെ ഞാൻ. എടാ, നീ ഇപ്പോഴെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എടാ, അയ്യോ, ആ ചെറിയ ചെക്കനെ കാണാനില്ലല്ലോ. പുലി ചോദിച്ച ഞാൻ ഇനി എന്ത് മറുപടി പറയും? ഇതെന്താ എന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കണത്? അതിന്റെ നടത്തം കണ്ടില്ലേ? അതെ, നീ അന്വേഷിക്കുന്ന ആള് ഞാനല്ല. എന്നെ വിട്ടേക്ക്. അതെ, എല്ലാവരും ഓടി വന്നേ. ഒന്ന് വേഗം വാ, വേഗം വരാൻ. ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷെ ആളെ കാണുന്നില്ല. ആ ടോർച്ച് അടിച്ച് നോക്കി. ഇത് എവിടെ പോയി കിടക്കാം? വാസു, ആംബുലൻസ് വരാൻ പറ. ഗ്യാസ്ട്രിക് പ്രോബ്ലം. കണ്ടൊന്നും കഴിക്കില്ലെന്ന് നടന്നത്. പക്ഷെ ഡോക്ടർ അവനൊന്നും കഴിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലല്ലോ. എയർലോക്കായിന്നാ തോന്നണേ. എന്താടാ ചക്ക നീ ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കണത്? നീ എങ്ങാൻ പെട്ടിരുന്നേക്കണ്ടല്ലോ, നീ പല്ലി പോലെ ചുമരിൽ ഒട്ടിയിരുന്നേനെ. എടാ വടിവേലു, പിന്നെ ചെറിയൊരു സന്തോഷമുണ്ട്. അതിനടാ? എന്നെ തൊട്ടതേ പെൺപിശാശൊന്നും അല്ല. അല്ല, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. അതെ, അത് ഞാനാ, അഡ്വക്കേറ്റ് മോഹൻ. നമസ്കാരം. അദ്ദേഹത്തിന്റെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പെറ്റീഷൻ ഇട്ടത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യും. ഇദ്ദേഹം നമ്മളെ പോലെയാ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കാരണം ഇതുവരെ എത്ര ജീവൻ നഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒരു ജീവൻ സംരക്ഷിച്ച് നോക്ക്. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെയാ. ഡോക്ടറെ, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ശരി സാർ. പറയുമേ. ഏട്ടാ, ഏട്ടന്റെ ഫ്രണ്ട് വിഘ്നേഷ് തീരെ ശരിയല്ല കേട്ടോ. എന്തേതെന്ന്? ഒരു കടലാസിൽ എന്തോ എഴുതിട്ട് എനിക്ക് തന്നിട്ട് പോയി. അവൻ എന്റെ ഫ്രണ്ടായത് നീ എന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രാ. അവ മാത്രല്ല, വേറെ 2-3 പേര് നിന്റെ മേലെ ഇറങ്ങുന്നുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ ചേട്ടൻ തമാശ പറയാ. ഇതൊക്കെ തമാശയായിട്ട് കണ്ടാ പോരെ? സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അവസാനിക്കുള്ളൂ. അവന്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കേട്ടാ. എന്റെ പൊന്നു പെങ്ങളെ, ലോകത്തിൽ ഒരു പ്രശ്നവും ഇതുവരെ ഒറ്റ തവണ കൊണ്ട് തീർന്നിട്ടില്ല. അവൻ ലെറ്റർ തരാനുള്ള അവകാശമുണ്ട്. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. സേ യെസ് ഓർ നോ? നോ. സോറി ചേട്ടാ. ചേട്ടാ കിട്ടാന്നൊക്കെ വിളിച്ചാലേ അടിച്ച് നിന്റെ പല്ല് കുഴിക്കും ഞാൻ. പുലിയേ, അവൻ മാപ്പി ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ലേ? അതിന് അവൻ അടിക്കുടിക്കുന്നൊക്കെ പറഞ്ഞെന്തിനാ? സേവരെ നിന്ന് മിണ്ടാണ്. 5-6 കൊല്ലം ചേട്ടാ ചേട്ടാന്ന് വിളിച്ചു വന്നിട്ട് ഇപ്പൊ പെങ്ങൾക്കാണോ ലെറ്റർ കൊടുക്കാൻ പോണേ? ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങളെ ചേട്ടന് വിളിച്ചതാണോ തെറ്റ്, അതോ പെങ്ങൾക്ക് ലെറ്റർ കൊടുത്തതാണോ തെറ്റ്? പറയേ. എടാ, നീ വെറുതെ ആശുപത്രിണ്ടാക്കല്ലേ. ഞാൻ എന്ത് പറഞ്ഞു എന്നാ പറയണത്? ക്ഷമിച്ചു, അവനോട് പോകാൻ പറ. എടാ, പുലി ക്ഷമിച്ചു, നീ പോവാന്നോ? അപ്പൊ ഈ പോയി കഴിഞ്ഞു. ഹലോ മോളെ മഹി രാജകുമാരി, ഇനി ആ വിക്കി ഉണ്ടല്ലോ, നിന്റെ നിഴൽ കണ്ട പോലും അടുത്തേക്ക് വരില്ല. പോരെ, പുലിയുണ്ടല്ലോ, അവനെ വിളിച്ചു വരുത്തി കൊടുത്തിട്ടുണ്ട്. ഒലക്കാം.
അവൻ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നെ വായി നോക്കിക്കൊണ്ടിരിക്കുക. ഓ അവിടെയും വന്നിട്ടുണ്ടോ? കണ്ണോട്ട് സംസാരിക്കാണ് ബ്രദർ. അവനോ? ഫോൺ എന്റെ കയ്യിത്താ. സേവിയർ ചേട്ടാ, എന്തെങ്കിലും ചെയ്യൂ ചേട്ടാ. ആര്, ഞാനോ? വെറുതെ വേണ്ടാത്തൊന്നും വലിച്ചു കൂട്ടണ്ട. വേഗം ബസ് കയറിപ്പോയി വീട്ടിലേക്ക് എത്താൻ നോക്ക്. പുലിയേ, അവൻ പേടിച്ചൊന്നും പോയതല്ല, ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിയാ പോയത്. അവിടെ പോയി നിന്നിട്ട് കണ്ണുകൊണ്ട് സംസാരിക്കാണത്രേ. അവൻ ശല്യപ്പെടുത്താണോ? നമസ്കാരം സാറേ. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ആംബുലൻസ് വെച്ച് ജനിച്ച കുട്ടിയാ. ഇവളുടെ പേര് വിഷ്ണുപ്രിയ എന്നാ. വിഷ്ണുപ്രിയ, നല്ല ഉറക്കാണല്ലോ. അതെ സാറേ. എന്നാ വരട്ടെ സാറേ. എന്താടി? അവൻ ബൈക്ക് കൊണ്ട് എന്നെ ഇടിക്കാൻ വന്നു ഏട്ടാ. ബാബാ നല്ല ഒടുക്കത്തൊരു സൗണ്ടും. എന്തെങ്കിലും ഒന്ന് പറയേട്ടാ. ഗേൾസ്, എനി ഹെൽപ്പ്? ഡാ പോടാ. എന്ത് പറ്റി പുലി? ആ വിക്കിയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. 2 കിട്ടിയാലും അവൻ അടങ്ങുന്ന തോന്നണേ. ബസ്സിൽ എന്റെ പുറകെ നിൽക്കുന്നുണ്ട് ഏട്ടാ. അവൻ വെള്ളം അടിച്ച് നിൽക്കാന്നാ തോന്നുന്നത്. ബ്രേക്ക് അങ്ങനെ അടിച്ച് അവൻ എന്റെ മേലെ വന്ന് വീഴും. എന്താണ് നിന്റെ പ്രശ്നം? ഓവർ ആയാലുണ്ടല്ലോ, അവന് കിട്ടിയത് പോലെ തന്നെ നിനക്ക് കിട്ടും. നോക്കിയോ? വണ്ടി നിർത്തിക്കാൻ. എടി വാ പോവാ. വാ. ഇവനൊക്കെ ചെരുപ്പൂരി തന്നെയല്ലേ ശരിയാവും. വിഷ്ണു, എന്തൊക്കെയത്? ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലേ വീട്ടിനകത്ത് വിട്ടത്? അവൻ കാണിച്ച പണി കണ്ടില്ലേ? വളരെ മോശമായി പോയി. മൂട്ടാനെ പിടിച്ച് വീട് കത്തിക്കണം എന്ന് പറയുന്ന പോലെയാണല്ലോ. നിന്റെ ചേട്ടനാണ് അവൻ കൂട്ടുകാരൻ. ഇവനെങ്ങനെ ആലോചിച്ചിരിക്കുകയുള്ളൂ. നീ നാളെ കോളേജിലേക്ക് പോ, നിന്നോടൊപ്പം ഞാനും വരാം. എന്താ സംഭവിക്കാന്ന് നോക്കാം. എന്താ പുലി? അവനെന്ത് എങ്ങനെയായി പോയേ? അവനിപ്പോ എവിടെ ഉള്ളത്? വെറുതെ വിടലിടാ. പബ്ലിക് പ്ലേസിൽ വെച്ച് ചെരുപ്പോട് അടിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കയ്യും കട്ടി നോക്കി നിൽക്കായിരുന്നടാ. ഞാനാണെങ്കിലേ അവളെ അവിടെ തന്നെ വെച്ച് വെട്ടി വീഴ്ത്തിയനെ. നീയൊക്കെ വേസ്റ്റടാ. നിനക്കൊന്നും അവളെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാതെ വായടിക്കാന്നല്ലാതെ. അവള് ലോക സുന്ദരിയല്ലേ. ഇത്ര സുന്ദരിയായ പെണ്ണ് ഇവിടെ എങ്ങനെ ഉണ്ടോ? ഇവൻ ചെന്ന് പല്ല് കാണിച്ച ഉടനെ അവള് ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന് പറയുന്ന വിചാരിച്ചു. ആ ഹെഡ് വെയിറ്റിലല്ലേടാ അവള് കളിക്കുന്നേ. അവളുടെ ഭംഗി കളയാടാ. അളിയാ, കോമഡി പറയാതെ വല്ല കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. കമ്പ്യൂട്ടർ, നിനക്കൊരു ദിവസം ഉണ്ടടാ. പബ്ലിക്കിൽ വെച്ച് ചെയ്യോടാ. അതേ ബസ്സിൽ വെച്ച് അവളുടെ മുഖം ഞാൻ ഒരു വഴിയാക്കൂടാ. അപ്പോഴാണ് എന്റെ മനസ്സ് തൃപ്തിപ്പെടുക. ഒരുത്തൻ വരത്തില്ലടാ, ഒരുത്തനും വരില്ല. അവനവനായാലേ അവന്മാർ പേടിക്കുള്ളൂ. ഡൽഹിയില് നടു റോട്ടിലിട്ട് 30 കുത്താ കുത്തിയത്. ആരെങ്കിലും വന്നോ? അല്ല, വരില്ല. എന്ത് ചെയ്തോ? വീഡിയോ എടുത്തോ? സെൽഫി എടുത്തോ? പേടിച്ചു തൂറികള്. ചെയ്യാടാ, ചെയ്തേക്കാം. ചെയ്യൂല്ലോ അല്ലേ? എന്താടാ ചിന്തിക്കുന്നേ? എന്താടാ ആലോചിക്കുന്നേ? അവളുടെ ചേട്ടനെ വിചാരിച്ച് പേടിച്ചോ? അവനെന്താ അത്രയും വലിയ കൊമ്പുണ്ടോ? നമ്മളെ മുട്ടിയേക്കിയോ? ഞാൻ മുട്ടി നീ കണ്ടിട്ടില്ലല്ലോ. കാണൂടാ നീ കാണൂടാ. അയാളെയും ഓങ്ങിയൊരു മുട്ടോടാ. അടിക്കടാ. വേണ്ട ചേട്ടാ, ഒന്നടിക്കടാ. വേണ്ട, മുട്ടിയേക്കും. അടിക്കലിന്നേ.
അടിക്കലി അവനെയും വിളിക്കേ. ദാ, ഇവിടെ വാ. കൊന്നോളിയും വാടാ. ചേട്ടാ കമ്പ്യൂട്ടർ ഓടുന്നുണ്ട്. എടാ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. എടാ നിന്നെ കണ്ടറിയ ക്രിമിനലാണെന്ന്. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ദേ ഇവിടെ നിൽക്ക്. വാ വാ, നീയും വാ. സേവരെ, ആ ഇവരവിടെ കൊണ്ടുവന്ന് യാത്രയാക്കിട്ട് വാ. ഞാനിപ്പോ വരാം. ആ ഞാൻ നോക്കിക്കോളാം. നടക്കണവര് നടക്കാൻ തിരിഞ്ഞു നോക്കരുത്. നടന്ന മര്യാദക്ക്. എൻ്റെ പെങ്ങളായതുകൊണ്ട് മാത്രമല്ല, അവിടെയുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് നീ ഇതുപോലെ പെരുമാറിയാലും ഞാനിവിടെ എത്തും. ഒരു പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ അവളുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ സമയം കളയണേ? ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒരിക്കലും നമ്മുടെ മുഖം നോക്കിയിട്ടല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടാ. നീ നല്ലവനായിരുന്നു, പക്ഷെ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ഇപ്പൊ പാതി ബോധമേ ഉള്ളൂ. മുഴുവൻ ബോധമുള്ളവൻ എൻ്റെ കയ്യിൽ കത്തിയോ കടാരോ എന്തെങ്കിലും എടുത്ത് തരും ചെയ്യും, നീ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. എനിക്കെൻ്റെ പെങ്ങൾ തന്നെയാണ് വലുത്. അതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടം എനിക്ക് നിന്നെ. ഒരുപാട് ഒരുപാട്. സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെ എല്ലാം നശിപ്പിക്കാൻ നോക്കിയാലോ? പാവ ഒറ്റയ്ക്ക് പിന്നെ എന്താടാ ചെയ്യുക? പെമ്പിള്ളേരെ ബഹുമാനിക്കാൻ പഠിക്കേ. അവർ നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആണുങ്ങളെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് 4 പേർക്ക് ഉപകാരത്തോടെ ജീവിക്കേ. ഒരു മനുഷ്യൻ മരിച്ചെന്ന് പറയുന്നത് അവൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമല്ല, അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ ലോകത്തിൽ നിന്ന് മായുമ്പോൾ കൂടിയാണ്. അടുത്ത തലമുറയും നമ്മളെ ഓർത്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കുടിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ് അതൊക്കെ. നോക്ക്, നീ എന്ത് കണ്ടിട്ട് എൻ്റെ കൂടെ കൂട്ടുകൂടിയെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ അടുത്ത് സ്നേഹത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. ഒരു തെറ്റ് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ അത് നമുക്ക് തിരുത്തിക്കൂടാ. ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കോ? അനുസരിക്കോ? എനിക്കത് മതി. വാ. നിങ്ങളൊക്കെയല്ലേ വലിയ കൂട്ടുകാർ. നിങ്ങളുടെ കൂട്ടുകാരനൊരു പ്രശ്നം ഉണ്ടായാൽ 2 ഭാഗത്തും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഐഡിയകൾ പറഞ്ഞു കൊടുത്ത് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണ്ടേ? അതിൻ്റെ പേരാടാ കൂട്ടുകെട്ടുന്നത്. ഇത് വേണ്ടാത്തൊരു കൂട്ടുകെട്ടാ. പുലിയേ, ഇവനുണ്ടല്ലോ ഓസിയിൽ വെള്ളം അടിക്കാനും ബിരിയാണി തിന്നാനും പിച്ചെടുക്കുന്നവന്മാരാ. ഈ നടുക്കിരിക്കുന്നവനുണ്ടല്ലോ, ഇതിന്റെ മെയിൻ ആണ് ഇവനാണ്. നിന്റെ പെങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നീ ഇതുപോലെയാണോടാ പെരുമാറാ? കൃഷ്ണഭക്തിയായ മേരിയുടെ പ്രേമം മുതൽ ഇവിടെയുള്ള സാധാരണ പെൺകുട്ടികളുടെ പ്രേമം പോലും നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരൊക്കെ ആസിഡ് എടുത്ത് ഒഴിക്കാൻ നിലയിൽ നാട്ടിലുള്ള ആമ്പിള്ളേരൊക്കെ മുഖമില്ലാതെ നടക്കേണ്ടി വരും ഇതിലൊക്കെ. കാരണം സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവരെപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് മാത്രമാടാ ഇപ്പോഴും അത് മനസ്സിലാവാത്തത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പെണ്ണിനെ പിന്നാലെ നടന്ന് പ്രേമിക്കുന്നതും മറ്റൊരുത്തിനെ ഉറപ്പിച്ച് വെച്ച പെണ്ണിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേമിക്കുന്നതും സിനിമയ്ക്ക് വേണമെങ്കിൽ നല്ലതായിരിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ ചെയ്താൽ അത് പാപ. അതൊരിക്കലും ചെയ്യരുത്. അകത്ത് പിശാച കിടക്കണത് ഇങ്ങനെയൊന്നും പറഞ്ഞ ഉമാർക്ക് മനസ്സിലാവൂല. പുലി, നിങ്ങൾ കുറച്ചു നേരം പുറത്തുപോയി നിന്നേ. നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു വിട്ടാൽ മതി. ഇനി ഒരുത്തിന് പോലും ഇവന് ഐഡിയ പറഞ്ഞു കൊടുക്കരുത്. അവിടെ ഒരു ഒപ്പിട്ടേക്ക്. എന്താ അമ്മേ, ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടുള്ളോ? അതെ, അവൻ മന്ത്രിയാ, ഞാൻ മന്ത്രിയാ. അങ്ങേര് തന്നെയാ മന്ത്രി. പുള്ളിക്ക് എന്താ ഇത്ര സംശയം അതിനെ ചൊല്ലി? ഒരു നല്ല കോൺട്രാക്ട് ഫയലാ. സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. ഇനി വരേണ്ടതെല്ലാം ഇങ്ങോട്ട് വന്നോളും. ഈ തവണ നിങ്ങൾക്ക് 1/2 കിലോ സ്വർണ്ണമാ. ഒപ്പിടാൻ പറ. ഒപ്പിട്ട് കൊടുക്ക്. അപ്പൊ എനിക്ക് നിനക്ക് പിന്നെ ഉണ്ടാവില്ലേ? നീ ഒരു 1/4 കിലോ വെച്ചോ. ശരി. ദേ ഇങ്ങോട്ട് നോക്ക്, കാണുന്നവരെന്നെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെയുള്ളവരെല്ലാം ഗുണം പിടിക്കാതെ പോകും. ശരി ശരി. അവധിപ്പെട്ട് അനാഥരായി കരഞ്ഞ കണ്ണീരോടെ ചില്ലിക്കാശിന് പ്രയോജനമില്ലെന്ന് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നമ്മച്ചിയെ, പഠിച്ചതെല്ലാം പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ പറ. കയ്യടി കിട്ടും. വീട്ടിലെന്തിനാ ഇതൊക്കെ? അത് ശരി. ആട്ടെ, അനിയനെതിയെ? കുറച്ച് ദിവസമായിട്ട് അവൻ ആരോട് സംസാരിക്കുന്നില്ല, റൂമിൽ നിന്ന് പുറത്തു വരുന്നില്ല. മുരുകൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. എന്തോന്ന്? ഇരിക്കേ.
ഹാ ഇരിക്കാൻ. അതെ, അച്ഛനുള്ള ടർക്കി കോഴിയുടെ ബിരിയാണി റെഡിയാണോ? ആ ചൂടായിട്ടുണ്ട്. ശരി, ഒപ്പിട്ടെ. ആ ബിരിയാണി ചൂടാറുന്ന മുമ്പ് കഴിക്കാൻ നോക്ക്. ശരീരം സൂക്ഷിക്ക്. നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ ഇടേണ്ടി വരും. എന്താടാ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്നെ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുവോ? പുറത്തേക്ക് പോകൂ. എന്താടാ പറ്റിയേ? അറിയില്ല ചേട്ടാ, ഒന്നും പറഞ്ഞില്ല. എങ്കിൽ ചോദിക്കേ. ചേട്ടാ, എന്താണ് നീ? ജയകുമാറേ, കേസാണോ? ആ ജംഗ്ഷനിൽ എന്താ ആക്സിഡന്റ് ആണത്രേ. ശരി, വേഗം ചെല്ല്. പോ. ഈ സംഘം തുടങ്ങിയിട്ട് 4 മാസമായി. ആ കള്ളനെ ഒരിക്കലും പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ള സാധനം എന്നെ തന്നെ വന്നാ ഉരച്ചിക്കൊണ്ട് പോണത്. അതിനെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. സേവിയറേ, നീ പെറുപെറുക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിനൊന്നും ഒരു കുറവില്ല. അതും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വെളുത്തതെന്തോ ഓടുന്നുണ്ടെന്ന് പറയുന്നില്ലേ? അതിന് നമ്മളിന്ന് പിടിക്കും. പോരെ? അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല? ഞാൻ കാണണ്ടേ? അതിനെന്നെ കാണിച്ചതാ, ഞാൻ വിശ്വസിക്കാം. നോക്കിയേ, അതിന്റെ ഉള്ളിലേക്ക് പോട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമായോ? എല്ലാ ദിശയിലേക്കും 2 പേര് വെച്ച് വേണം. ഗാന്ധിനെ ചുറ്റും നമ്മളുണ്ടാവണം. ആ വെളുത്ത രൂപത്തെ പിടിച്ചേ പറ്റൂ. ഞാൻ വരണില്ല. ഇനി ഒരു അറ്റാക്കിന് കൂടി ഞാനില്ല. സേവിയറെ, ഒറ്റയ്ക്കിരുന്ന നീ വെറുതെ പേടിക്കും. മര്യാദയ്ക്ക് ഞങ്ങളോട് വാ. വേണ്ട പുലി, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നെ കണ്ടാലേ അതിന് ഉറച്ചാൻ പറ്റില്ല. ഞാൻ പിടിച്ചു, എനിക്ക് പിടികിട്ടി. വേഗം വാ. പുലിയെ, അതിനെ പിടിച്ചു നിർത്തോടെ. ഞാൻ 2 കൊടുക്കട്ടെ. എന്താ പുലി വിട്ടുകളഞ്ഞല്ലേ? അത് ഓടിപ്പോയി. നിങ്ങൾക്ക് എന്ത് പറ്റി പുലി? അതാരാണെന്നറിയോ? ആരാ പുലി? നമ്മുടെ ബാലാമണി ടീച്ചർ. എന്തേ? നമ്മുടെ ബാലാമണി ടീച്ചറോ? പകലില് പാൽപായസം പോലെയാ, രാത്രിയായി കഴിഞ്ഞാൽ പട്ടച്ചാരയം പോലെയാണല്ലോ പോണത്. ഈശ്വര, ഒരു ഭാഗത്തേക്ക് അവന്റെ ചേച്ചി, ഇതൊന്നും അറിയാതെ അവൻ ഈ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. എന്തൊരു ലോകം അത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് പെമ്പിള്ളേരെ കുറിച്ച്. എങ്ങാനും മിസ്സായാണ്ടല്ലോ പിന്നെ ഭാവി ജീവിതം ചിന്തിക്കാനേ പറ്റില്ല. ഇത് എന്തോ ബാധ കരുതാണെന്നാ തോന്നുന്നത്. അത് നമുക്ക് കുറച്ച് കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യാം. ആ ഡീല് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പുലി. സൂരസംഹാര ഭദ്രകാളിയാണ്, സാധാരണക്കാരിയല്ല. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ആ അമ്പലത്തിന്റെ അകത്തേക്ക് പ്രേതബാധ്യതയുള്ള ആർക്കും അകത്തേക്ക് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആ നിമിഷം തന്നെ തിരിച്ചടിക്കും. അല്ല, പെട്ടെന്ന് എന്താ അമ്പലത്തിൽ പോവാൻ? അമാവാസി നല്ലൊരു ദിവസം. ഓ, പുലിയേ, ദേ വരണുണ്ട്. അവരുടെ നടത്തം കണ്ടില്ലേ? വരണ്ട്. കാല് വെക്കട്ടെ, അപ്പോഴല്ലേ. എന്താ ഇത് അമാവാസ്യയായിട്ട് സർവ്വസാധാരണത്തെ പോലെ അകത്തേക്ക് കയറി പോകുന്നത്? നിങ്ങളുടെ അച്ഛനല്ലേ പറഞ്ഞ് ചുരുട്ടി കൂട്ടി കളയുന്നു. ഇത് കുറച്ച് ശക്തി കൂടിയ ബാധയാണെന്നാ തോന്നുന്നത്. ഇതെന്താ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കണത്? എന്നെ എങ്ങനെ ചവിട്ടിക്കൂട്ടി കളയോ? പുലി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പുലി, ഓടിവാ. ഇതെന്താ വാണം വിട്ടമാരി പോണത്? ദേ അകത്തേക്ക് പോയല്ലോ. ചിലപ്പോ രാത്രി മാത്രമേ ബാധയുള്ളെങ്കിലോ? ഇതിലെന്തോ ഉണ്ടല്ലോ. എന്തൊക്കെയായാലും ആ പെണ്ണ് രാത്രിയിൽ ഉറക്കത്തിൻ്റെ ഓടാൻ പാടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഈ മന്ദിച്ച എൽസ് അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ അരയെ കെട്ടാൻ നോക്ക്.
ഇത് കൊണ്ടുപോയി നിന്റെ ഏട്ടന്റെ അറിയിക്കട്ടെ. ഇത് ശരിയാവുന്ന തോന്നണില്ല. എന്തായി? സംഘത്തിന്റെ ഉദ്ദേശം വേറെയാ, അത് മറക്കണ്ട. പ്രേതമായി ഓടിയതേ നിന്റെ ഏട്ടനെ പിടിക്കാനാ. ഇത് പറഞ്ഞില്ലല്ലോ. ഓടുന്ന സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നാലെ ഓടിയാനെ. പറയാനുള്ള അവസ്ഥയിലായിരുന്നല്ലോ. എപ്പ കണ്ടാലും 4 എണ്ണം കൂടെ ഉണ്ടാ. പോരാതെ എന്റെ അനിയൻ വൈകുണ്ഠവും ഉണ്ട് കൂടെ. ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനാ ആ ഓട്ടം ഞാൻ ഓടിയേ. മനസ്സ് നിറഞ്ഞൂട്ടാ. ചെല്ല്, നീ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ചെല്ല്. എന്നെ പായിപ്പിക്കാണല്ലേ? ഡേയ്, അമ്പലത്തിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം, അല്ലാണ്ട് ഇവിടെ കിടക്കാൻ നോക്കല്ല. പോ 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 പോ, നോക്കി പോ. അത് പിന്നെ ഈ പ്രായപൂർത്തിയായ പെമ്പിളൊരു ഇവിടെ നട്ടപ്പാടി. നിന്നും സംസാരിക്കാൻ പറ്റില്ല. രാത്രി വരാം, അപ്പൊ സംസാരിക്കാം. എന്തേലും 2 വാക്ക്. ശരി ഏലസ്. വരട്ടെ. ആ ഏലസ് നിങ്ങൾ തന്നെ കെട്ടിക്കോ. അങ്ങോട്ട് മുറുക്കി കെട്ട്. നമ്മുടെ സംഘത്തിന്റെ ഉദ്ദേശം എന്താ? അതാ മോഷ്ടാവിനെ പിടിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കണത്? എടാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കാൻ പാടില്ല. എടുക്കണ്ട പുലി. അങ്ങനെ പറ. അത് അമ്പലത്തിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ. രാത്രിയിൽ വന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാന്നും പറഞ്ഞു. ഡീൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയാലേ നമ്മുടെ ടീച്ചറെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂലോ. ഡീല് ചെയ്യാൻ വിധത്തിൽ അത്ര ക്ലോസ് ആയല്ലേ? അത് പിന്നെ കുറച്ച് നടക്കട്ടെ നടക്കട്ടെ. ദേ 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 നോക്ക്, ദേ അതിന്റെ അകത്ത് കയറി പോട്ടുണ്ട്. അതിന് ഞാൻ പുലിയെ എന്റെ ഏരിയക്ക് മാത്രം വരാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കും. അങ്ങനെ സംഭവിച്ചാ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ, ഒന്ന് തന്നാണ്ടല്ലോ ആ മാസ്ക് കഴിച്ചേ. ആദ്യം ഓടി പോലെ ഓടാൻ നോക്കണം നീ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനിരിക്കുന്ന വട്ടാണോ? പാതിരാത്രി എഴുന്നേറ്റ് നടന്നല്ലേ വരിക? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കാണുമ്പോഴാണ് ഓടാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ സംഘം അത്രയും ഭീകരമാണ്. അതിരിക്കട്ടെ, എന്റെ അനിയൻ വൈകുണ്ഠം കണ്ടില്ലല്ലോ. മറ്റാരും കാണുന്നില്ല. സേവർ അതൊക്കെ നോക്കിക്കോളും. എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ വന്നേ. രാത്രി ഒരു കാര്യം പറയാന്ന് പറഞ്ഞില്ലേ, എന്താ അത്? അതിപ്പോ 6 മാസമായി ഫോളോ ചെയ്യാ. ആരെ? നിങ്ങളെ തന്നെ. എന്റെ ദൈവമേ, ആമ്പിളേര് പെമ്പിളേരെ നോട്ടിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് 6 മാസമായിട്ട് നീ എന്റെ പിന്നിൽ വന്നിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മുഖത്തെങ്ങാൻ നോക്കിയാലല്ലേ മനസ്സിലാവൂ. ഓടിക്കൊണ്ടേയിരുന്ന. അതാണോ നീയും കൂടെ ഓടിക്കൊണ്ടിരിക്കണേ? അല്ല, പാതിരാത്രി ഞങ്ങൾ തന്നെ പേടിച്ചിട്ടാ പുറത്തിറങ്ങണേ. നിനക്ക് പേടിയില്ല? നിങ്ങളല്ലേ കൂടെ ഉള്ളത്. നിന്നെ കണ്ടിട്ടാ ഞങ്ങൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കണേ. നല്ല നേരത്തിന് നീ എന്റെ കയ്യിൽ പെട്ടത്. വേറെ ആരുടെയും കൈ പെട്ടാലോ? എന്തായിരുന്നു അവസ്ഥ? ഹലോ, നിങ്ങൾ എന്താണ് പേടിപ്പിച്ച് പിടിച്ചമാര് സംസാരിക്കുന്നേ? ഞാനാ നിങ്ങളെ പിടിച്ചത്. വല്ലാണ്ട് ഒച്ചയിൽ സംസാരിക്കണ്ട, നല്ല കീർമിടിക്കുന്നേ. എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താ ഇത്രയും നാളെ കല്യാണം കഴിക്കാത്തെ? ആരും കിട്ടിയില്ല. ഉള്ളതാന്നേ, ആരും കിട്ടിയില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. പോയി കഴിഞ്ഞപ്പോ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരില്ലാണ്ടായി. അത് മാത്രമല്ല, സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നേക്കാള് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാത്തിരിക്കാന്നതൊരു ഭാഗ്യ. ആ ഭാഗ്യ വന്നു നിൽക്കണേ. ഒരുപാട് സന്തോഷമായി. പിന്നെ 6 മാസം ഇങ്ങനെ കളിപ്പിക്കാതെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ വയറ്റിലൊരു 6 മാസമുള്ള കുഞ്ഞു വാവേണ്ടായിരുന്നു. ശരി, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കും അധികം കാത്തിക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് വേഗം വാ. വാ, ഇപ്പൊ തന്നെ പോവാ. അതെ, നിങ്ങളുടെ അച്ഛനെ കൂട്ടിയിട്ട് വന്ന് എന്റെ അച്ഛനോട് സംസാരിക്കേ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. സത്യമായിട്ടും? ശരിക്കും? സത്യം തന്നെയാ. ശരി, പോവാൻ നോക്ക്. വന്നല്ലോ. ചെല്ലാൻ നോക്ക്. ആളായി പോണോ പ്രേതായി പോണോ? പ്രേതായിട്ട് പോ. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ. ഇട്ടുകൊണ്ട് പോവാൻ നോക്ക്. ഓട്, അവരെ കണ്ണിൽ. ആര് എന്തൊക്കെ പറഞ്ഞോ? അത് വിദേശത്തുള്ളൊരു പ്രേത. അതാണ് നമ്മുടെ സംഘത്തിന്റെ ഉദ്ദേശം. അത് ഈ 6 വർഷങ്ങൾക്ക് മുമ്പ് മുക്കൂര് ഒരു ആക്സിഡന്റ് നടന്നില്ലേ, ഒരു ജർമ്മനിയിൽ നിന്നുള്ള ഒരു പെണ്ണ്? അതെ, ആ ആത്മാവായത്. അതിന് ആസ്പത്രി കൊണ്ട് ചേർത്തപ്പോ ജീവനുണ്ടായിരുന്നല്ലോ. അത് ഡോക്ടർക്ക് എന്തോ കൈപ്പിട പറ്റിയതാന്നാ പറഞ്ഞത്. അങ്ങനെ മരിച്ചു പോയതാ. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ അന്വേഷിച്ചല്ലേ പോണ്ടത്? അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് 3 മാസം മുമ്പ് അയാളെയും കൊണ്ടുപോയി. ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേക്കണത്? നന്ദി പറയാൻ വന്നത്.
നമ്മൾക്ക് അത് 6 വർഷത്തിന് ശേഷം. എടാ അഡ്രസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് സങ്കടപ്പെട്ടത് വിടുന്നില്ലല്ലോ. എനിക്കൊരു സംശയമുണ്ട് പുലി. അതെന്താ? ജർമ്മനിയിലെ പ്രേതത്തിന് മലയാളം എങ്ങനെ അറിയാം? 6 വർഷം ഇവിടെ ചുറ്റി തിരിഞ്ഞ ഭാഷ പഠിക്കാൻ പറ്റില്ലേ? അല്ല, എന്താ ഡീല് പറഞ്ഞത്? അത് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ടീച്ചർ വിട്ട് പോവാന്ന്. അല്ല പുലി, ടീച്ചറിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞേ. അത് എന്നോട് കേട്ടാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? സേവിയറേ, എനിക്ക് ഇടയ്ക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഓക്കെ, വാ പോവാൻ നോക്കാം. ഇനി വെറുതെ ഉറക്കം ഉളയ്ക്കണോ? എനിക്കെല്ലാം അറിയാം ചേച്ചി. ചേച്ചിയുടെ രക്ഷയ്ക്ക് വേണ്ടിട്ടാ അവിടേക്ക് ചുറ്റി തിരിയുന്നത്. എനിക്ക് അയാളെ ഇഷ്ടാ. എനിക്കിഷ്ടമാണ്. പുള്ളിയുടെ അച്ഛനെ പുള്ളി കൺവിൻസ് ചെയ്യും. പക്ഷേ നമ്മുടെ അച്ഛനെ കുറിച്ചാ. അതെല്ലാം എനിക്ക് വിട്ടിക്കേ. ഡോണ്ട് വെറി, ഐ വിൽ മാനേജ്. ഇവളാണോ? ഹായ്. ഹായ്. പറഞ്ഞിരുന്നില്ലേ? എന്താ ചെയ്യാ? ശരി. അടങ്ങിയിരിക്കേ. എന്താ ഇത്? ആവശ്യമുള്ളവൻ ഒരു റിയാക്ഷൻ കൊടുക്കാതിരിക്കണു. ഈ പേര് ശ്രദ്ധിച്ചായിരുന്നോ? തർക്കം. നോക്കാലോ, ഇതിന്ന് എങ്ങനെ ജയിച്ചു വരാന്ന് നമുക്കൊന്ന് കണ്ടറിയാലോ. തുടങ്ങാൻ പറ. അച്ഛാ, സ്റ്റാർട്ട് ചെയ്യ. എൻ്റെ മോൻ വിഷ്ണു മിലിറ്ററി ബോർഡറിൽ നാട് രക്ഷിക്കുന്ന പണിയായിരുന്നു. 4 കൊല്ലം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. തക്ക സമയത്തിൽ ആംബുലൻസ് വന്നിരുന്നെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി അവൻ മിലിറ്ററി പണി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നു. ശമ്പളം കുറവാണെങ്കിലും സമാധാനം കിട്ടുന്ന ജോലിയാണേ. സമാധാനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 2 കിലോ അരി വേണമെന്നും പറഞ്ഞ് കടയിൽ പോയി ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തരുമോ? അത്യാവശ്യത്തിന് പണക്കുണ്ട്. ആവശ്യമില്ലാതെ പണം സമ്പാദിച്ചു വെച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ജീവിതത്തിൽ അത്യാവശ്യം സമാധാനം. ആ ശരി, എന്റെ മോൻ ഇതുവരെ 1000 പേരെ ജീവനിൽ രക്ഷിച്ചിട്ടുണ്ടാവും. 1362. എല്ലാം കൃത്യമായിട്ട് തന്നെയാണല്ലോ പറയുന്നേ. ഈ പ്രശ്നം തീരുന്നു തോന്നുന്നില്ല. ഒട്ടും പരിചയമില്ലാത്ത ഓരോരുത്തരും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്ന് അവനോട് പറയും. അത് കേൾക്കുമ്പോൾ എന്തൊരു സുഖാണെന്നറിയോ? ഇതുവരെ ഇവന്റെ ആംബുലൻസ് 146 പ്രസവം നടന്നിട്ടുണ്ട്. പെൺകുട്ടി ജനിച്ചാൽ വിഷ്ണുപ്രിയ, ആൺകുട്ടി ജനിച്ചാൽ വിഷ്ണു പ്രിയൻ എന്നാ പേര് വെക്കാറുള്ളത്. പേര് വെച്ചാ അരി കിട്ടുവോ? ഇയാൾക്ക് എന്താ ചെട് കേൾക്കില്ലേ? എന്താ ചെയ്യണ്ടേ? ഇനിയും കുറച്ച് കയറ്റി പറയാൻ പറ. അച്ഛാ, കുറച്ചുകൂടെ പൊക്കി പറ. നമ്മൾ കാരണം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്ന് വിചാരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവൻ ചെന്ന് നോക്കും. 2 പേര് സ്നേഹത്തിലാന്നറിഞ്ഞാൽ അവരെ യോജിപ്പിക്കാൻ എന്തും ചെയ്യും. മകന്റെ കഴിവിനെ കുറിച്ച് അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടില്ലേ? എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂത്തവരെ നല്ലപോലെ ബഹുമാനിക്കും. ഒരു സ്ത്രീയെ ദേവിയെ പോലെയാണ് കരുതുക. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്നവനാ. എന്താടാ ഒരു റിയാക്ഷനും ഇല്ലല്ലോ? കോരിയിടാണെന്നുള്ളതേ ശരിക്കും മനസ്സിലായി. ഡാടാ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവൻ തന്നെ അത് ചികിത്സിച്ച് ശരിയാക്കുന്നേ. ആളൊരു ചെറിയ വൈദ്യനാ. എന്താടാ പറഞ്ഞു നിന്റെ പണിയും കൂടി ഇത് ചേർത്തോ? അത് ശരിയാണല്ലോ. അയാൾ ഡ്രൈവർ അല്ലേ? ഡ്രൈവർ ഒന്നും പറയാൻ പാടില്ല, പൈലറ്റ്. നീ മിണ്ടല്ലേ. വണ്ടി ഓടിച്ചോണ്ട് എങ്ങനെയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക? കണ്ടുപിടിച്ചു. ദാ അവന്റെ മോന്ത കണ്ടില്ലേ? ഇവനൊക്കെ ചികിത്സിക്കുന്ന മുഖമാണോ? എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതങ്ങൾ ചെയ്യും അല്ലടാ. ഇതിലും ഭേദമായിട്ട് മൊത്തം കാറ് തുപ്പുന്നതായിരുന്നു. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സമ്മതമാണോന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോളണം. എടാ വൈകുണ്ഠം, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇല്ല, എന്തോന്ന്? ഇവിടെ നിങ്ങൾക്ക് പെണ്ണൊന്നില്ല. ആരാടാ ചോദിച്ചില്ലേ? ഇയാളെന്താ ഈ ചാനലിനെ കുത്തിയിരിക്കുന്നത്? മാന്യന്മാരെ അവമാനിക്കാൻ ശ്രമിച്ചാണല്ലോ. ഞാൻ പറഞ്ഞേക്കേ, സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞ നീ? അങ്ങനെ എന്നോട് പറഞ്ഞു. നിനക്ക് ഇവനെ ഇഷ്ടമാണെന്ന് പറ. ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇഷ്ടമാണ്. എന്നിട്ട് താളി കെട്ട്. ബാക്കി കാര്യം പിന്നെ നോക്കാം.
നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്ന് കരുതിയാ നിങ്ങളോട് ഞാൻ പെണ്ണ് ചോദിക്കാൻ വന്നത്. ഇതിന്റെ ഉത്തരം ശരിക്കും നിങ്ങളാണ് പറയേണ്ടത് അല്ലേ? എന്നിട്ട് ഒരു പീക്കിരി പൈനെ കൊണ്ട് ഞങ്ങൾ അപമാനിക്കേ കൊണ്ട് വരാനാവുള്ള അവര് വെറുതെ വിട്. താല്പര്യമുണ്ട്. അടുത്ത മുഹൂർത്തത്തിലെ കല്യാണം. എങ്ങനെയുണ്ട്? ഇതെല്ലാം എന്റെ ഐഡിയ ആണ്. നല്ല കളിക്കാലല്ലേ മീന് കിട്ടുള്ളൂ. മതകട ബാബു ഒരു ആസ്പത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവന്റെ പുറത്തൊരു കണ്ടുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പോയി അന്വേഷിക്കേ. കഷ്ടകാലത്തിന് കണ്ണില്ല മകനെ, ദുഷ്ടത്തരത്തിന് ശാപം തീരില്ല നിശ്ചയം. അത് ശരിയല്ലേ? അയ്യോ, നിന്നെ അല്ലടാ ചുറ്റിത്തിരിഞ്ഞു വന്നത്. അവനോട് പോയി ജോലി ചെയ്യാൻ പറഞ്ഞ ദ്രോഹം ചെയ്യരുതടാ, നീ നന്നായിരിക്കില്ല. രാഷ്ട്രീയം എന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്മേ, അച്ഛനുള്ള ടർക്കി കോഴി ബിരിയാണി റെഡിയാണോ? ചൂടായിട്ടുണ്ട്. ചൂടാറുന്നതിന് പോയി കഴിക്കേ, ശരീരം സൂക്ഷിക്കേ. ഈ നാട്ടിൽ അവൻ മന്ത്രിയാ, ഞാൻ മന്ത്രിയാ? ഞാനല്ലേ. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഉത്തമ, വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവൻ രക്ഷപ്പെട്ടു. ഇനി എന്താ ചെയ്യാ? ശരി. അമ്മേ, അനിയൻ എന്തിയേ? നീ അടിക്കലോടി. എത്ര ദിവസം നീ ഇവനെ പേടിച്ച് ജീവിക്കാം? ഇവൻ ഒറ്റ ഒരുത്തനല്ലേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ഇത്രയും പേരില്ലേ? ഇവനൊക്കെ മനുഷ്യനാണോ? അടിക്കടി. അവനെ തല്ലല്ലേ എങ്ങനെ? വിട്ടെ പോട്ടെ. മാറിക്കേ. ആംബുലൻസിന് കാൾ ചെയ്യൂ. മുരുകേശ, പോലീസിനെ വിളിച്ചേ. ആരെങ്കിലും ഒരുത്തരുവാ. അളിയാ, നമ്മുടെ സിസ്റ്ററിന്റെ ഫ്രണ്ട് ഗൗരി ഇല്ലേ, അവളെ കോളേജ് വെച്ച് ആരോ ഒരുത്തൻ അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ അവനെ കയറി അടിച്ചു. അവൻ അവിടെ തന്നെ കിടക്കുന്നത്. നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോ. വൺ സൈഡിലാവുക. സാറേ ഉള്ളേ. ആയിക്കോട്ടെ.
സാർ മന്ത്രി നാരായണ അനിയനാണ് സാർ. എന്താണ് പറയുന്നത്? അതെ സാർ. എനിക്ക് സ്റ്റുഡൻസിനോടൊക്കെ ക്ലാസ്സിലേക്ക് പോകാൻ പറ. ആവശ്യമില്ലാതെ ആരും വെളിയിൽ നിൽക്കണ്ട, എല്ലാവരും അവരുടെ ക്ലാസ്സിൽ പോയേ. അകത്തെന്താ പ്രശ്നം? അതെ സാറേ, അടി നടന്നതിന് ശേഷം ഞാൻ അറിയുന്നത്. പൾസൊക്കെ ഉണ്ട്. ഫാസ്റ്റ് പതുക്കെ പോ. വേഗം. നമ്മുടെ ചെക്കൻ എടോ, നീ എന്താണ് ഈ റോഡ് കൂടെ പോകുന്നേ? എങ്ങനെ പറ്റിയത്? കോളേജ് വെച്ച് ഒരു റാസ്കൽ അടിച്ചതാ. ബ്ലഡ് അറസ്റ്റ് ചെയ്തു, ഞാൻ പെയിൻ കില്ലറും കൊടുത്തു. തൈലിട്ട ശരിയാവുന്ന പറയുന്നു ഡോക്ടർ. ശരി, നോക്കാം. ചേട്ടാ കൊണ്ടുപോയി നമ്മൾ വിൽക്കുക. ഒരു കുഴപ്പമുണ്ടാവില്ല, പേടിക്കാതെ. മോനെ, എന്നെ ഓൾക്കുന്നില്ലല്ലോ. അതെല്ലാം ഒന്നുമില്ല, എല്ലാം ശരിയാവും. അയ്യോ, സുഖമായിട്ടിരിക്കുക, പോയി നോക്കൂ. ചേട്ടാ, 4ാമത് വാർഡ്. ശരി. എന്നാ പിടിച്ചോ. പോയി ഫേസ് വാഷ് ചെയ്യ്. കൊന്നുമല്ലേ? നീ ഞങ്ങളുടെ ചേട്ടനെ കൊന്നുമല്ലേ? നീ എന്താടീ പറയണത്? എടാ, ഞങ്ങള് പറ്റാവുന്ന ശ്രമിച്ചു നോക്കി. ഞങ്ങള് ജോലിയല്ലേ ചെയ്തേ. എനിക്കറിയാം, നീ വരുമ്പോ തന്നെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ നടക്കുന്നേ. ചേട്ടാ, ചേട്ടാ, അവന്മാർ നമ്മുടെ ചേട്ടനെ കൊന്നു. ചേട്ടാ, ചേട്ടാ. എടോ ഉത്തമ, എന്താണോ സംഭവിച്ചേ? എങ്ങനെയുണ്ടോ അനിയൻ? ചേട്ടാ, ആംബുലൻസ് ഡ്രൈവർ നമ്മുടെ ചെക്കനെ കൊന്നത്. എന്താണോ പറയുന്നേ? നേരെ വരാതെ ചുറ്റിക്കറങ്ങി വന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ ചെക്കനെ കൊന്നു. ചേട്ടാ, എന്തോ മനസ്സിൽ വന്നേ പുലി. അവൻ കുറ്റം മൊത്തം നമ്മുടെ പേരിലെ പറയണേ. വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുത്. മെയിൻ റോഡിൽ ട്രാഫിക് അധികമായോണ്ടാ ചുറ്റി തിരിഞ്ഞ് ബൈപ്പാസിലൂടെ വന്നത്. സാർ, ഞാൻ എന്റെ ജോലി ആത്മാർത്ഥത ചെയ്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് എന്റെ അനിയൻ മരിച്ചേ? അവനെ വിടരുത്. നിന്റെ വണ്ടിയിൽ കയറുന്ന ആൾക്കാരുടെ ജീവന് നീയാണ് രക്ഷകെന്ന് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് എന്റെ അനിയൻ മരിച്ചേ? നിന്റെ അമ്മ ഒരു ജീവന് പറഞ്ഞില്ലേ? വണ്ടി തൊട്ട് കളിക്കരുത്. എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യൂടാ? ചോദിക്കണ ഇവരോട്. അവൻ വെറും ഒരു തെരുവ് നോയായിരുന്നോ? അവനെയൊക്കെ നടുറോഡിലിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലിക്കായിരുന്നു വേണ്ടത്. വേണ്ടി പോരുത്. ആംബുലൻസ് അവന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് അവൻ തിരിച്ചൊന്നും നിന്നെ ചെയ്യാഞ്ഞത്. ഇതിപ്പോ ഇവന്റെ അടുത്ത് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നിന്റെ ചാങ്ക അവൻ ആർത്ത് കളഞ്ഞേനെ.
ഇവിടെ നല്ലതാരാണെന്ന് ചീത്തയാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. കാഴ്ച കണ്ടോട് നിന്നോളാം. ആരെങ്കിലും എന്തെങ്കിലും സൗജന്യം കൊടുത്ത് അങ്ങോട്ട് ഓടി പോയിക്കോളും. നാണമില്ലല്ലോ നിനക്കൊന്നും. വിടില്ലടാ നിന്നെ. പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് ഒന്നിനും ഒരു പരിഹാരമാവില്ല. സ്നേഹത്തെക്കാളും വലിയൊരു ആയുധം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നിനക്ക് അവനെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മാപ്പ് നൽകുന്നതിനേക്കാളും വലിയൊരു ശിക്ഷ വേറെ ഒന്നും തന്നെ ഇല്ല. എന്താ നടന്നതെന്ന് വെച്ചാ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് നീ മുന്നോട്ട് പോവൂ. നമുക്ക് വേറെ ഒത്തിരി ജോലിയുണ്ട് മോനെ. നമ്മുടെ ശക്തിയൊക്കെ ഇവനെ ആലോചിച്ച് കളഞ്ഞ് നമ്മുടെ സമയം മെനക്കെടുത്തണ്ട മോനെ. ശരി സാർ. ഹലോ, ഏത് ഏരിയ? ശരി, വന്നേക്കാം. ആ, എന്താ? ഡെലിവറി കേസാ. ശരി, പോ. സൂക്ഷിച്ചോ. ചേട്ടാ, വണ്ടി എടുക്ക്. ജയകുമാർ, ചേട്ടാ. നമ്മുടെ വണ്ടി നീ എടുക്ക. ആ ശരി. വേറെ പോലീസ് സ്റ്റേഷൻ. ശരി. സാർ, എന്താ എന്താടാ വേണ്ടേ? കംപ്ലൈന്റ് ആരുടെ പേരില്? മന്ത്രി നാരായണൻ തന്റെ പേരിൽ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അങ്ങേരുടെ അനിയനെ കൊന്നത് താനാണെന്ന് പറഞ്ഞ്. ഡാ, തന്നെ ഞാൻ പൊക്കണമെന്ന് കരുതിയതാ. എന്തായാലും നീ തന്നെ വന്നല്ലോ. പോയിരിക്കടാ. പോടോ. മുൻവൈരാഗ്യം കൊന്നു. നീ വലിയ ക്രിമിനൽ തന്നെയാണ്. എടോ സെൽവം, ഇവരവിടെ ഇരുത്ത്. ആടോ, വന്നിരിക്കേ. ഇവിടെ ഇരി. തറയിലിരിക്കാൻ പറയടാ. ഇരിക്കാതല്ലേ പറഞ്ഞേ. ഷർട്ട് ഊരാൻ പറയടാ. ഷർട്ട് അഴിക്കാൻ. തന്നോട് പ്രത്യേകം പറയണോ? ഊരടാ. സാറ് പറയുന്നില്ലേ അഴിക്കാൻ. വെളി പോടോ. മനുഷ്യാണെന്നുള്ള പരിഗണന പോലല്ലോ. പറയുന്നത് മനസ്സിലാവുന്നില്ല നിനക്ക്? സാർ, തെറ്റാണ് സാറേ. സർ, PM റിപ്പോർട്ട് സർ. സർ, അവൻ ഹോസ്പിറ്റലിൽ എത്തുന്ന 1 മണിക്കൂർ മുമ്പ് മരിച്ചിരുന്നു. വിഷ്ണു കോളേജിൽ നിന്ന് 25 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അവനെ കണ്ടതിനും ആംബുലൻസ് വരുന്നതിനും ഇടയിലുള്ള സമയത്താണ് അവൻ മരിച്ചിരിക്കുന്നത്. നമ്മളവൻ്റെ പൾസും കൂടെ നോക്കിയില്ലല്ലോ സാർ. സർ, അവർ രണ്ടുപേരും ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കട്ടെ. റഹ്മാൻ, ആ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ അസംബിൾ ചെയ്തേ.
ഏത് ക്ലാസ് വെച്ചാ സംഭവം നടന്നത്? സെക്കൻഡ് BSc സാറേ. ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് മാത്രം മുന്നോട്ട് വന്നേ. സെക്കൻഡ് BSc മാത്രം മുന്നോട്ട് മറ്റുള്ളവരൊക്കെ പുറകോട്ട് മാറിക്കേ. സെക്കൻഡ് BSc മാത്രം മുന്നോട്ട് വാ. ആ കരുതിക്കേ ഇങ്ങോട്ട് കരുതിക്കേ. ബാക്കിയുള്ളവരൊക്കെ മാറേ മാറേ. ഒന്ന് വേഗം വന്നേ. ആരാ അവനെ ആദ്യം തല്ലിയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയാൻ. അവനെ ആരാ ആദ്യം തല്ലിയെന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇത് സാർ? എന്റെ ഫ്രണ്ടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? തലയിൽ 130 തയ്യല. ജീവൻ തിരിച്ചു കിട്ടോ ഇല്ലയോന്ന് ഉറപ്പില്ല. അതിന്റെ കാരണക്കാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണോ? ഇത് കൊലക്കേസാ. ആ പയ്യൻ മരിച്ചുപോയി. അപ്പോ എന്റെ ഫ്രണ്ട് മരിച്ചില്ല എന്നുള്ള വിഷമാണോ നിങ്ങൾക്ക്? പറയൂ സർ. അവൻ ചെയ്തത് തെറ്റല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റല്ല സാർ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ സാർ നടക്കുന്നത്? ചർച്ചിനകത്ത് കയറി വെട്ടുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു, വീട്ടിനകത്ത് കയറി കൊല്ലുന്നു, ആസിഡ് വരെ ഒഴിക്കുന്നു. ബസ്സില്, കാറില്, റോഡില്, പഠിക്കുന്ന സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും. ഇനി എത്ര പേരെ ജീവൻ എടുത്താലും ഇതൊന്നും തീരാ. ചാകണോ? ഇവിടെയുള്ള എല്ലാ പെമ്പിളേരും ചത്ത കളഞ്ഞേക്കാം. അപ്പാവന്മാര് മാറൂ. പറയൂ സാർ. ചോദിച്ചാ പറയും ഡ്രസ്സ് ശരിക്കും ഇടാഞ്ഞിട്ടാന്ന്. വെറും 5 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു, എന്നിട്ട് അവരെ കത്തിച്ച് കളയും ചെയ്യുന്നു. വയസ്സായ അമ്മൂമ്മയെ നശിപ്പിക്കുന്നു. അവരുടെ ഡ്രസ്സിൽ എന്താ കുഴപ്പം? ഇനി എന്തൊക്കെ ടോർച്ചർ ചെയ്യാം? ഇഷ്ടമുള്ള ആളെ കിട്ടിയാലും കൊല്ലുന്നു, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും കൊല്ലാണ് ചെയ്യുന്നത്. ഞങ്ങൾ സത്യത്തിൽ എന്താണ് സാർ ചെയ്യേണ്ടത്? മൃഗമാണെന്ന് അറിഞ്ഞാൽ അവനെ ഈ സമുദായത്തിന് വേണ്ടെന്നുള്ള തീരുമാനം എന്തുകൊണ്ടാണ് സാർ എടുക്കാത്തത്? മുഖത്തെ മൂടി കൊണ്ടുപോകുന്നു, പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എന്തിനാ വെറുതെ വിടുന്നത്? പുറത്തു വന്ന് അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നു. 5 സെക്കൻഡ്സ് വേൾഡ് ആണ് സാർ ഇത്. ഈ ലോകത്ത് ഏതൊരു വൃത്തിയുടെ അത്ഭുതവും നടന്നാൽ അത് വെറും 5 സെക്കൻഡ് മാത്രമേ നിലനിൽക്കുള്ളൂ. 6ാമത്തെ സെക്കൻഡിൽ അടുത്ത എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ അതിന്റെ പുറകെ പോവുകയും ചെയ്യും. അപ്പൊ തെറ്റ് ചെയ്തൊരു ശിക്ഷ ആരാ കൊടുക്കുന്നത്? ശിക്ഷിക്കണം സാർ. എല്ലാ തെറ്റുകളും ജനങ്ങളുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്നത്. കാണുന്നവർക്ക് പേടിയാ, അതുകൊണ്ട് കുറ്റവാളികൾക്ക് പേടിയില്ലാതാവുന്നത്. പേടി വരണു സാർ. റോട്ടിലിട്ട് ചുടു. ഞങ്ങൾ തിരിച്ചടിക്കും സാറേ. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യാം. കൂടുതൽ ശബ്ദം ഉയർത്തിയ 3-4 പെമ്പിള്ളേരില്ലേ, അവരെ സന്ധ്യയോട് പറയേ എങ്ങനെയും സ്റ്റേഷനിലെത്തിക്കാൻ. എന്താ? അത് വേണം സർ. പറഞ്ഞതുപോലെ ചെയ്യടോ. സാർ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്വേഷിക്കുന്നുണ്ട് സാർ. അങ്ങനെ വിട്ടേക്ക് സാർ. സ്റ്റുഡൻസിന് സൊസൈറ്റിനോട് റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. 4 സ്ഥലത്ത് ഇതുപോലെ സംഭവിച്ചാലാണ് തെറ്റെന്നവർക്ക് പേടി തോന്നും. അതങ്ങനെ വിട്ടേക്ക്. മരിച്ചത് മന്ത്രിയുടെ മകനാ സാർ. എൻ്റെ വായിൽ വലുതും വന്നേക്കും. പറഞ്ഞു ചെയ്താൽ മതി. ശരി സാർ. റഹ്മാൻ, വിട്ടേക്ക്. താൻ വിട്ടാലും ഞാൻ വിടില്ലടോ ഉത്തമ. മരിച്ചത് എന്റെ അരിയനാ. അവന്റെ വീട്ടിലെ ഒരു ജീവനെങ്കിലും പോണം, എന്നാലേ ഞാൻ അടങ്ങൂ. ചെയ്ത ശാപത്തിന് പണി കിട്ടും. അവനെ കൊണ്ട് 3 പെണ്ണുങ്ങളാണ് മരിച്ചത്. അവരുടെ പ്രേതാണ് അവനെ ശിക്ഷിച്ചത്. എടോ, താനൊക്കെ ഒരു തന്തയാണ്. പോടാ അവിടുന്ന്. ശാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇതോടുകൂടി അത് വിട്ടേക്ക്. നീ എന്തെങ്കിലും ചെയ്ത് പുതിയ കുഴപ്പത്തിൽ പോയി ചാടാതെ. എനിക്ക് നല്ല ദേഷ്യം. എനിക്ക് ദേഷ്യം വരൂടാ. അതെ, എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മരിച്ചു പോയത് നമ്മുടെ മകനാ. നിങ്ങൾ വരൂ. അതിന് നീ ഒരാഴ്ച കരഞ്ഞില്ലേ? ആ ചെല്ലേ ചെല്ലേ. കയ്യോങ്ങുന്നു. നോക്ക്, എത്ര കാലം ഇങ്ങനെ സങ്കടപ്പെട്ടേക്കാം. കുഞ്ഞു വയറ്റിലുള്ള സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. ഈ സമയമൊക്കെ കടന്നു പോവും. അല്ല, ഇന്ന് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? പോണം.
ആയിട്ടുണ്ട്. അമ്മ വേണ്ട, കൂടെ ഞാൻ വരാം. വേണ്ട, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ. ഏയ്, സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റൂലോ. കുഞ്ഞിനെ കാണുമ്പോൾ ഈ വേദനയൊക്കെ പൊക്കോളും. ഡാടാ, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൻ വെറുതെ തല്ല് വാങ്ങിയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അതുകൊണ്ടാ തിരിച്ചടിക്കാണ്ടിരുന്നു. എല്ലാരും ചേർന്ന് അവന്മാരെ തല്ലി ചതക്കേണ്ടതായിരുന്നു. വെറുതെ വാചകടി മാത്രമേ ഉള്ളൂ. എന്നെ ആശീർവദിക്കടാ. ആവശ്യമില്ലാതെ കാലിൽ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പോയി പണി നോക്ക്. വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ? വെറുതെ നടത്തിപ്പിക്കല്ലേ. ഈ എഴുതിക്കുന്ന വാചകമൊക്കെ മാറ്റി 4 കാശുണ്ടാക്കാൻ നോക്ക്. ജന്മന കിട്ടിയത് മാറ്റാൻ പറ്റില്ലല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ചേട്ടാ, ചായ വാങ്ങിച്ചു തരുമോ? വാചകടിക്ക് ഒരു കുറവില്ല, വാങ്ങിത്തരാം. ചേട്ടാ, ചേട്ടാ കിട്ടാന്നൊക്കെ വിളിച്ച് അടിച്ച് പല്ലടിച്ച് താഴിടും. നീ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾക്ക് സുഖാണോ? പോലീസ് വേണമെങ്കിൽ സൈലന്റ് ആയിട്ട്, പക്ഷെ ആ മന്ത്രി നാരായണൻ സൈലന്റ് ആയിട്ട് ഇരിക്കത്തില്ല. നിനക്ക് പേടിയുണ്ടോ? പ്രശ്നം വേണ്ടെന്ന് ഓർത്തിട്ടാ. നല്ല മനുഷ്യരുടെ കഴിവുകേടാ ദുഷ്ടന്മാർക്കും നീചന്മാർക്കൊക്കെ പദവിയും അധികാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം നാട് വിട്ട് മാറിയേക്കാന്നാണോ? പുലി അവനൊരു കഴുതയുടെ ജന്മ. മുമ്പിൽ ചെന്ന് നിന്നാ കടിക്കും, പുറ ചെന്നാ കാലുണ്ട് ചവിട്ടും. സത്യമെന്നൊന്നുണ്ട് സേവിയറെ, അത് നമ്മുടെ രക്ഷയ്ക്കുണ്ടാവും. അമ്മ, ഇത്തവണ ഞാൻ കൊണ്ടാക്കോളാം. അമ്മ വീട്ടിലേക്ക് ശരി മോനെ, സൂക്ഷിക്കണേ. വാ, കേറ്. എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ. സിസ്റ്റർ, കുറച്ച് കുടിക്കാൻ വെള്ളമെങ്കിലും താ. എന്നെ സിസ്റ്റർ നിങ്ങൾ വിളിച്ചാലുണ്ടല്ലോ, നിന്റെ പല്ലടിച്ച് കുളിക്കാൻ പറഞ്ഞേക്കാം. മോന്ത കണ്ടിച്ചാലും മതി. സേവിയറേട്ടാ, പറഞ്ഞോളൂ സിസ്റ്ററെ. ഇയാളെ എന്നെ സിസ്റ്റർ വിളിക്കില്ലെന്ന് പറ. നിങ്ങൾ വിളിച്ചതേ അവൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ. കേൾക്കുന്നുണ്ട്. ബ്രദറിന് വിളിച്ചാ അയാൾ പല്ലുടയ്ക്കും, സിസ്റ്ററിന് വിളിച്ചാ തേങ്ങ അടുത്തെറിയാൻ വരുവാ. ഇതിനൊക്കെ എന്താ അർത്ഥം? രണ്ടിനോട് അർത്ഥം തന്നെയാണ്. മണ്ണൂന്നി. ഏയ്, ആ ചെറിയവന് മനസ്സിലായി, നിനക്കിനി മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ലല്ലോ. മഹി രാജകുമാരി, എന്താ ബ്രദർ? അവന് മനസ്സിലായില്ലെന്ന്. മനസ്സിലാവുന്ന വിധത്തിലൊന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ടോ? നിങ്ങൾക്ക് വരണമെങ്കിൽ വരണം, പോണെങ്കിൽ പോണം. ഞങ്ങളൊക്കെ കണ്ടാ നിനക്ക് എങ്ങനെയുണ്ട്? പൊട്ടന്മാരെ പോലെ ഉണ്ടോ? ഒരു പെണ്ണിനെ ഒരു ചെറുക്കന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവന്റെ ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം മാറ്റും, വെറും അവൾക്ക് വേണ്ടി മാത്രം. അവൾ എത്ര മണിക്ക് എണിക്കും, എത്ര മണിക്ക് ഉറങ്ങും, എപ്പോൾ വെളി വരുവാ, ആരുടെ കൂടെ വരുവാ, ഏത് വഴി വരും, ഏത് ടൈമിങ് അവൾ തിരിച്ചു നോക്കും, അവൾക്ക് എന്ത് ഇഷ്ടമാ, എന്ത് ഇഷ്ടമല്ല, ഇതെല്ലാം സ്റ്റഡി ചെയ്യണം. ഞാനും സ്റ്റഡി ചെയ്തു. പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും പഴയ ഡയലോഗൊക്കെ പൂശാൻ തുടങ്ങിയല്ലോ. അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്തെന്ന് വെച്ചോ, അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് പോയി അവിടെ വലിയ പോരെ നടത്തി അത് ട്രൂ ലവാന്ന് അവൻ പ്രൂവ് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്താന്ന് വെച്ചാ ഒന്നിനും റിയാക്ട് ചെയ്യാണ്ട് അങ്ങനെ ഊമ മാതിരി ഇരിക്കും. അവൻ ഉണ്ടെങ്കിൽ എന്താ, അവനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഞങ്ങളുടെ കൈയും കാലും എല്ലാം പോയിട്ട് ഞങ്ങൾ പുറകെ വരണം. കറക്റ്റ് അല്ലേ? എവിടുന്ന് വന്നു ഈ സഡൻ ലവ്? ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഓർത്തോ? ഞാനൊക്കെ മാനം കേട്ടവനാന്നേ, പെട്ടെന്ന് കാലിലോട്ട് വീഴും. ഐ ലവ് യു ടു.
രണ്ടുപേരും ഔട്ട് ഓഫ് ഡേഞ്ചർ. താങ്ക്സ് ഡോക്ടർ. പക്ഷെ അച്ഛനാണ് കാത് രണ്ടും. അവരിനി ആ ഷോക്കിൽ നിന്ന് തന്നെ വന്നിട്ടില്ല. എൻ്റെ ഭാര്യ ജീവനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കുഞ്ഞു നഷ്ടപ്പെട്ടു. വടിവെടുക്ക എന്നയില மோசமாய கதையா முடிஞ்சது ஏன் சொல்லம்மா பாசத்துல உன் வயத்தில் பத்திரமா வச்சிருக்க மாசம் 10 ஆகும் முன்ன மடிஞ்சது யார் குத்தமம்மா உன் முகத்தை நான் அறிய என் முகத்தை நீ அறிய காலம் ஒன்று சேரும் முன்னு காத்திருந்த உள்ளுக்குள்ள தாயே நீ முத்தமிட தாங்கி என்ன தொட்டிலிட ஆசைப்பட்ட என் பொறப்பு அழிஞ்சதையும் என்ன சொல்ல துள்ளி விளையாடலையே தோல் சாஞ்சு தூங்கலையே பள்ளிக்கூடம் போகலையே பால் நிலவ காண்களையே என்ன தந்த அப்பனா எரடுத்தும் பார்க்கலையே மண்ணை அள்ளி திங்கும் முன்ன மண்ணுக்குள்ள போனதென்ன தப்பு ஒன்றும் செய்யலையே தொல்லை தர எண்ணலையே கூடிழந்த கொஞ்சம் கிளி குப்பை குலானதென்ன வடிவெடுக்க என்னையில வடிவெடுக்க என்னையில ഇത് ആക്സിഡന്റ് അല്ല മോനെ, ചതിയാണ്. അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ, ചതിയാണ്. ഒക്കെ ശരിയാവും അച്ഛാ. ചതി. നമ്മുടെ വീട്ടിലേക്ക് 4-ാം തീയതി ആയിരുന്നു ഗ്യാസ് വന്നിരുന്നത്. ഇനി ബുക്ക് ചെയ്താലേ വരുള്ളൂ. മരുമോനെ, മരുമോനെ, എന്റെ മകൾക്ക് എന്ത് പറ്റി? മോന്റെ ഒന്നുമില്ല, അച്ഛനെന്ത് പറ്റി? ഒന്നുമില്ല. അച്ഛൻ റിലാക്സ് ചെയ്യ്. ഇവരൊന്ന് കൊണ്ടാക്കാം. വാ അമ്മേ, വാ അച്ഛാ. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട. ശബ്ദം തന്നെയാ, എന്താണെന്നറിയില്ലല്ലോ. നമ്മുടെ അമ്പലത്തിലെ മന്ത്രി നാരായണന്റെ ആൾക്കാര് എന്നെ കത്തിയോണ്ട് കുത്തിയിട്ട് കടത്തിക്കൊണ്ടുപോയി. അവനെ കൊണ്ടുപോ.
അവനെ വിട്ടേക്ക്. വിഷ്ണു, ഒരു ഭീകര ജീവി നമ്മളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നമ്മൾ വഴക്കിടുകയാണെങ്കിൽ അതത്ര നല്ല കാര്യമല്ല. ഒന്നുകിൽ നമ്മൾ അതിൽ നിന്ന് വഴിതിരിഞ്ഞു പോകണം, അത് കഴിയില്ലെങ്കിൽ അതിന്റെ വഴി അങ്ങോട്ട് തിരിച്ചു വിട്ടേക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. ഈ പ്രശ്നം ഇതോടെ വിട്ടുകളാടാ. താങ്കളെ ചേട്ടൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഏത് സാറ്? അതായത് നമ്മുടെ ആ പഞ്ചായത്ത് മെമ്പറേ. പോവാൻ നോക്ക്. ചേട്ടാ ചേട്ടൻ വയ്ക്കോ, ഞാൻ വിളിച്ചോണ്ട് വന്നേക്കാം. ചേട്ടൻ വയ്ക്കോ. വിഷ്ണു, നമ്മളെ ശത്രുവായിട്ട് കാണുന്ന ആൾ നിസ്സാരക്കാരനല്ല. അവനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഇവനാണ് ശരിയായ ആള്. ഒരു പാർട്ടിയെ 2 വിഭാഗമാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് MLA സീറ്റും മറ്റൊരാൾക്ക് മന്ത്രി സീറ്റും. നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ, അതുപോലെ നമുക്ക് സംരക്ഷണമൊക്കെ വേണ്ടേ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാടോ, അവന്റെ വീട് കയറി തള്ളിയെന്ന് കേട്ടല്ലോ. അവന് പറ്റിയ ആള് നീ തന്നെയാടോ. നമ്മുടെ ആളാണോ? അറിയില്ലേട്ടാ. ആരാടോ അത്? എന്താ സാറത്? എവിടെ ഇരുന്ന് എന്നെ എങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എൻ്റെ ജാതി ചോദിക്കാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ ജാതി വെച്ചല്ലേ എല്ലാം നടക്കുന്നത്. എല്ലാവരും കൂടി അങ്ങനെ ആക്കിയെന്ന് പറ. വോട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേടോ ജാതിക്ക് അത്രയും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സാറേ, ഓരോ ജാതിയിലും ജാതി വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ മെജോറിറ്റി ആയിട്ടുള്ളത്. അവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ വലുതായി തോന്നുന്നത്. ഒന്ന് പോടോ. എൻ്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. ഇന്നലെ പാർട്ടി തുടങ്ങിയവരൊക്കെ ജാതിയുടെ പേര് പറഞ്ഞ് വോട്ട് ചെയ്തുകൊണ്ടല്ലേ അവർക്കൊക്കെ മന്ത്രിസഭയിൽ സീറ്റ് കിട്ടിയത്. രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം ജാതിയാ. തെറ്റാണ് സാർ. ജയവും പരാജയവും തീരുമാനിക്കുന്നത് ജാതിയിലെ വോട്ടുകളല്ല, വിദ്യാഭ്യാസമുള്ളവൻ്റെ വോട്ടാ. ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അവൻ്റെയൊക്കെ വോട്ട്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ വോട്ട്. അടുത്ത തലമുറയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ജാതിയുടെ വോട്ടൊന്നും പറഞ്ഞ് വരണ്ട സാറേ. ജാതിയുടെ പേരും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ സൗജന്യത്തിൻ്റെ പേരിൽ ക്യൂവിൽ നിർത്തിയില്ലേ? റോട്ടിൽ കൊണ്ടുവന്ന് പെച്ചിയെടുക്കും പോലെ നിർത്തിയില്ലേ? എല്ലാത്തിനും കൊണ്ടുപോയില്ലേ? നിങ്ങൾ ശരിയല്ല. കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഒരു സംശയം പോയി നിങ്ങൾ പറയണ്ടല്ലോ. എന്താ പോയത്? ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. സംരക്ഷിക്കേണ്ടതൊന്നും നിങ്ങൾക്ക് സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. ഒറ്റിക്കൊടുത്തു, എല്ലാത്തിനെയും ഒറ്റിക്കൊടുത്തു. മീതയിന് വേണ്ടി ഒറ്റിക്കൊടുത്തു, കൃഷിയെ ഒറ്റിക്കൊടുത്തു, കൃഷിക്കാരെ മരണത്തിന് വിട്ടുകൊടുത്തു. തൊട്ടടുത്തുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ നശിപ്പിച്ചു. ആചാരങ്ങൾ നശിപ്പിച്ചു, അനുഷ്ഠാനങ്ങൾ നശിപ്പിച്ചു. ജല്ലിക്കെട്ട് എൻ്റെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നത്. ഞാൻ ദൈവമായി കാണുന്നതിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ മറ്റൊരു സംസ്കാരം. ഏറുപൂട്ടൽ, എൻ്റെ പൂർവികരുടെ സമ്പത്ത്, എൻ്റെ സംസ്കാരം, ശൈലി, വീര്യം. അതിനെല്ലാത്തിനും മീതെ എൻ്റെ ഔഷധങ്ങൾ. അമ്മയുടെ മുലപ്പാലിന് തുല്യമായ സമമായ ഒരേ നാട്ടുമാടുകൾ ഈ മണ്ണിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റെങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. എത്ര വിധം മാടുകളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? അത്തക്കറുപ്പൻ, അനരിക്കാളൻ, അളക്ക് വെച്ചൻ, ആലൈ വെച്ചൻ, ആനച്ചുരൻ, കട്ടക്കാളെ, കട്ടക്കാരി, കട്ടവളക്കാളെ, കട്ടക്കൊമ്പൻ, കാട്ടുകൊമ്പൻ, കത്തിക്കൊമ്പൻ, കരുമരക്കാളയും കരുമരക്കാളെ, കറുങ്കാളെ, കളർവായ് വിരിയൻ, കളർച്ചിക്കണ്ണൻ, കാളക്കട്ടൻ, കണ്ണൻ, മയിൽ, കറുപ്പൻ, കറാമ്പശു, കാരിക്കാളെ, കാൽച്ചിലമ്പൻ, കുട്ടച്ചെവിയൻ, കുട്ടൈഞ്ഞരമ്പൻ, കുള്ളച്ചോപ്പൻ, കുത്തുക്കൊമരൻ, കുണ്ടുക്കണ്ണൻ, കൂടുക്കൊമ്പൻ, കൂളെവാളൻ, കൂളെ സുവിള്, കൊട്ടൈപ്പാക്കൻ, കൊണ്ടത്തലയൻ, ഏരിച്ചുറിയൻ, ഏറുവാളൻ, നരക്കളുത്തൻ, നട്ടൈക്കൊമ്പൻ, നാളെക്കാളൻ, പടപ്പ് പിടിയെങ്കിൽ പടക്കൊടുമ്പൻ. പശുക്കളാണെങ്കിൽ പനങ്കാൽ മയില്, പട്ടിക്കാല്, പാൽ വെള്ള, പൊട്ടക്കണ്ണ്, പൊക്കുവായൻ, പോരുക്കാളെ, മട്ടക്കുളമ്പൻ, മഞ്ചൾ വാളൻ, മഞ്ചളി വാളൻ, മരച്ചുവളൻ, മഞ്ചപ്പായൽ മയില്, മയിലക്കാളെ, മേഘവർണ്ണൻ, മുറിക്കൊമ്പൻ, മുറിക്കാലൻ, മുട്ടിക്കാലൻ, ശംഖുവർണ്ണൻ, സെമ്മറിയാൻ, സെമ്മരിക്കാളെ, സെന്തലി വൈരൻ, സെവളരുത്, സൊറിയൻ, തനപ്പൻ, തനൈക്കാളെ, തനിക്കൊമ്പൻ, തുറൈസെർക്കുളെ, തൂക്കസെറിയൻ, വട്ടപ്പുള്ളെ, വട്ടച്ചെവിയൻ, വട്ടക്കരയൻ, വർണ്ണക്കാലൻ, വളൈക്കൊമ്പൻ, വള്ളിക്കൊമ്പൻ, വെള്ളിക്കുടുമൻ, വെള്ളൈക്കണ്ണൻ, വെള്ളൈപ്പോരൻ, വെള്ളൈക്കാളൻ, കറുത്തിയ പുള്ളൈ, സന്തന പുള്ളൈ, പനങ്കാരി, സെങ്കുത്തുകാരി, കാരിമാട്, കരിക്കാമയിൽ, പുളിക്കുളം കാളെ. ഇത്രയധികം ആടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അവയൊക്കെ എവിടെ പോയി? പല പല സ്ഥലങ്ങളിലായിട്ട് ചെതറി കിടക്കുക, നശിപ്പിച്ചില്ലേ എല്ലാം? ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 300 വർഷം. എന്നിട്ട് 30ാമത്തെ വയസ്സിൽ നെഞ്ചു പൊട്ടിച്ചാവുന്നു. എല്ലാത്തിലും വിഷമല്ലേ ഉള്ളത്? നമ്മുടെ പൂർവികർ സംരക്ഷിച്ചുകൊണ്ട് വന്നത്, നിധി പോലെ കൊണ്ടു തന്നത് പലതും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് എന്നുള്ള ചിന്ത പോലും നശിപ്പിച്ചു കളഞ്ഞില്ലേ?
അതുകൊണ്ടാ തിരിച്ചറിഞ്ഞത് മനുഷ്യൻ. കൂടാതെ യുവാക്കൾ തിരിച്ചറിഞ്ഞു, പെണ്ണുങ്ങൾ തിരിച്ചറിഞ്ഞു, കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കൂട്ടമായിട്ടുണ്ടായിരുന്നു. ഈ നാട് തന്നെ നെടുങ്ങി തിരിച്ചില്ലേ? ഈ രാജ്യത്തിലെ സംഭവം ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ശ്രദ്ധ തിരിച്ചില്ലേ? ഭാരതീയം ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് തലോടിയാനേ എല്ലാവരെയും. മഹാനായ അബ്ദുൽ കലാം ഉണ്ടായിരുന്നെങ്കിൽ കോരിത്തെരിച്ചു പോയാനെ. കൊല്ലും കൊലയും ചെയ്യാം, നേരോടും നെറിയോടും കൂടെ. ജയിച്ചു മനുഷ്യൻ, ജയിച്ചു. ആ ജയം പോലും അവന് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലല്ലോ. അവനകത്ത് വന്നു, ഇവനകത്ത് വന്നു പറഞ്ഞ് അവന്റെ തല തല്ലിപ്പൊടിച്ച് റോഡിലൂടെ നിങ്ങൾ അടിച്ചു ഓടിച്ചില്ലേ? അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം നശിപ്പിച്ചില്ലേ? ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കിയ സംഹാര താണ്ഡവം, ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ ചെയ്ത ദ്രോഹം മറക്കില്ല, ഒരിക്കലും ഒരിക്കലും മറക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ മണ്ണിന് ജീവനുണ്ട്. പല പുണ്യാത്മാക്കളുടെയും രക്തം ചിന്തിയ മണ്ണ് ഒരുപാട് ക്ഷമിച്ചു നോക്കും. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നശിച്ചതെല്ലാം ഉള്ളിപ്പോയി നന്മയെല്ലാം പുറത്തു വരും. ഈ ദേശം തനിക്ക് ചേർന്ന നായകനെ സ്വയം തിരഞ്ഞെടുത്ത് മുന്നിൽ കൊണ്ടു നിർത്തും. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചേട്ടനടുത്ത് എത്ര വെള്ളവേഷ്ടിയുണ്ട്? ഒരു 200-300 ഉണ്ടാവും. എന്താ കാര്യം? അതിലെടുത്ത് കഞ്ഞിമുക്കി അയൺ ചെയ്ത് ആൽമാരിക്കത് വെച്ച് പൂട്ടിയിട്ട് വേറെ പണി നോക്ക്. ഡോ, തനിക്ക് നല്ല വിവരമാണ്. തൻ്റെ ശത്രുവാണ് എൻ്റെ ശത്രുവും. എന്നോടൊപ്പം വന്നേക്ക്, അവൻ്റെ കഥ തീർക്കാം. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കരുതുന്നത് തെറ്റെന്ന് കരുതുന്നവനാ ഞാൻ ആരെയും ശത്രുവായി കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് എന്നെ കരുവാക്കണ്ട. ഒന്ന് നിന്നേ, സൂക്ഷിച്ചോ. ശരി സാറേ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. ഡാ, അവൻ്റെ കാര്യത്തെല്ലാം ഇവൻ നോക്കിക്കോളും. അത് നടക്കും മുമ്പ് നമുക്കത് തീർക്കണം. നമസ്കാരം. 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 വാ മോനെ, നമസ്കാരം. അകത്തേക്ക് വാ. ഇന്നോ അത് കൈക്കൂലി വാങ്ങുന്നവർക്ക് കൊടുക്ക്. സത്യസന്ധതയുടെ ചിഹ്നമാണോ? എന്റെ കഴുത്ത് പോയാലും ശരി, കവറിന് വേണ്ടി നിങ്ങൾ വന്നില്ലേ? അല്ല, ആ വിഷ്ണുവിന് ഇപ്പോഴും വിട്ടുവച്ചേക്കാണോ? ശരിയാണല്ലോ. 301 അവനെ അകത്തിടേ സാറേ. ശരിയാണല്ലോ. തമ്പിയുടെ കേസ് ഒന്നും ഇല്ലാണ്ടായി കളഞ്ഞു. അകത്തിട്ട് അവന് 2 കൊടുക്കേ. അങ്ങൊന്നും സന്തോഷപ്പെടട്ടെ. എടോ, അയാൾ എന്തോന്നെടുത്ത് എന്നെ സന്തോഷപ്പെടുത്താൻ ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കുക. ശരി സർ. റഹ്മാൻ സർ, ആ വിഷ്ണു എവിടെയുണ്ടെങ്കിലും പൊക്ക്. എടാ ഒരു ചായ വാങ്ങിച്ചു തരാം. അത് പോയി കൂടി. എടാ നിൽക്ക്, വിക്കി അടുക്കൽ മോഹന് ഫോൺ ചെയ്യേ. വിഷ്ണു ഇങ്ങോട്ട് വാ, ഫോൺ ചെയ്യടാ. വിഷ്ണു പോകല്ലേ. എന്ത് സാറേ? വണ്ടി കയറ. എന്തിന് കേറാൻ? ഹലോ സാർ, വിഷ്ണുവിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. സാറിന് പെട്ടെന്ന് വരാവോ? എവിടെ ഇപ്പോൾ ഉള്ളേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇതെന്റെ വീടാ. മന്ത്രി നാരായണൻ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. നിന്നെ അൺഒഫീഷ്യലായിട്ട് പൊക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നവരെ നീ ഇവിടെ കഴിഞ്ഞാൽ മതി. അയാൾ ഇങ്ങനെ ശാന്തനായിരിക്കുന്നത് കാണുമ്പോൾ വലിയ എന്തോ പ്ലാനിലുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അവനെ ഡൈവേറ്റ് ചെയ്ത് വിടാൻ സാറേ. അവൻ പുതിയ തെറ്റുകളൊന്നും ഇനി ചെയ്യണ്ട. പഴയത് തന്നെ ഒരുപാട് പുറത്തു പോകാനുണ്ടല്ലോ, അത് നമുക്ക് പുറത്തുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്യാം. എന്താടോ? ആൾ അബ്സ്കോണ്ടൻ സാർ. എവിടെയാന്ന് നോക്ക്. ഓക്കെ സാർ. സാറേ, നല്ല മനസ്സുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെയുണ്ട്. അവനെ നമുക്ക് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോവാം. എനിക്ക് തൃപ്തിയായി. അയാളുടെ ഓഡിറ്റർ ആരാ? എല്ലാവർക്കും സുകുമാരനാണെന്നേ അറിയൂ. പക്ഷേ അവൻ്റെ പുറകിൽ ഒരുത്തനുണ്ട്.
അവന്റെ പേര് കുമരേശൻ എന്നാ. എന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയാം? അത് എത്തിക്സ് അല്ല. നിങ്ങൾക്ക് പോവാം. സാർ എൻ്റെ സിറ്റുവേഷൻ. നിങ്ങളെ വെളിയെ പോകാൻ പറഞ്ഞ് കുറേ നേരമായി. സോറി സാർ. പോയിക്കോ. സാറേ, ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് അകത്തേക്ക് വരുമോ? എന്താ? ഇപ്പോൾ ഞാനും നമ്മുടെ മകൾ വിഷ്ണുപ്രിയയും ജീവിച്ചിരിക്കുന്നതിന് കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തോട് നമ്മൾ കടമപ്പെട്ടിട്ടുണ്ട്. ചോദിക്കുന്നത് ചെയ്യ്. ഫോറിനിലുള്ള സ്വത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ഇതുപോലത്തെ ആളുകളുടെ കൂടെ ഓഡിറ്റർ ആയിട്ടിരിക്കുന്ന എത്ര ഡേഞ്ചർ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പോലും അറിയാണ്ട് ഞാൻ ഫുട്ടേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ആവും. നമ്മുടെ നാട്ടിലെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ വിഒ, പിന്നെ RI, തഹസീൽദാർ, പിന്നെ ലോക്കൽ ഇൻസ്പെക്ടർ, ഇവര് 4 പേര് നമ്മുടെ കയ്യിലാണെന്ന് വെച്ചോ, എന്ത് നാറേ കളി വേണേലും കളിക്കാം. ഇനിയിപ്പോ കളിയുടെ തീവ്രത കുറച്ച് കൂടിയാലും അവന്മാരത് നോക്കിക്കോളും. അവര് നമ്മുടെ കാവൽക്കാരാണല്ലോ. അമ്പമ്പമ്പമ്പമ്പോ കാശിന് വേണ്ടി അവര് എന്ത് കളി വേണേലും കളിക്കും. നിങ്ങൾ മാസം കാശ് അയക്കില്ലേ, അതിനേക്കാളും കുറച്ച് എക്സ്ട്രാ അങ്ങോട്ട് അയച്ചുവിട്. അവന്മാര് വീട്ടിലുള്ളവളുമാരെ കൂടെ. എന്താ വിഷയം ഇത്? വളരെ മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇതിനേക്കാളും വൃത്തികെട്ട വീഡിയോസ് വേറെ ഉണ്ട് സാറേ. ആ 4 ഓഫീസർമാരുടെ ഫോണിലേക്കും വാട്സാപ്പിൽ നമുക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താലോ? വീട്ടിലുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ലേ മോശമായിട്ട് സംസാരിച്ചത്? നമുക്കിത് അവർക്ക് അയച്ചു കൊടുക്കാം. അവർ പ്രതികരിച്ചില്ല ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരെയാവും. ഗ്രൂപ്പിൽ വന്നു. വീട്ടില് ഭാര്യയും മക്കളും മമ്മി ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. 2 ദിവസമായിട്ട് ഇപ്പൊ ഞാൻ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ചൂലിങ്കട്ടി എടുത്തിട്ട് എന്റെ അമ്മ എന്നെ അടിക്കാൻ വന്നത് അറിയോ? കാശ് കൊടുത്താ എന്തുണ്ടെങ്കിലും സംസാരിക്കാന്നാണോ? അവന് 100 രൂപ മോഷ്ടിക്കാൻ അവനതും കൊടുത്താലേ 10 രൂപ തരും. അതിലേ പോ ഇതിലേ വാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ തന്നെയല്ലേ? എന്താ ആ വഴി അടച്ചൂടെ? പിന്നെ അല്ലാതെ അടയ്ക്കാം സാർ, ആ ഓട്ടയൊക്കെ അടച്ചേക്കാം. നമ്മൾ ആരാണെന്ന് കാണിക്കാം. തീർച്ചയായും. എന്താ ഒന്നും മിണ്ടാത്ത ഉത്തമ? വലിയ കഷ്ടമായിപ്പോയി സാർ. കൈക്കൂലി കൊടുത്തവൻ വാങ്ങിച്ചതിനെ പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ കാതിലെത്തി, അതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. കാതിലെത്താത്ത പല കാര്യങ്ങളും കാറ്റിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ഇനിയിപ്പോ അവർക്ക് എന്താണ് പ്രശ്നം? അവന്മാര് 4 പേരെ എനിക്ക് ഉടനെ കാണണമെന്ന് പറ. മക്കളുടെ ആ നോട്ടുണ്ടല്ലോ, സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഭാര്യ എന്നോട് ഡൈവേഴ്സ് ചോദിക്കാണ്. എടോ സുടലപാണ്ടി, എന്താണോ കാറിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഈ മാസത്തെ വരുമാനം പോരാതെ വന്നോ? അതെ, നിങ്ങൾ 4 പേർക്ക് എന്ത് പറ്റി? നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിക്കണല്ലേ? അല്ലാണ്ട് തികയാതെ വന്നോ? തികഞ്ഞല്ലേ ചോദിച്ചു വാങ്ങിക്കണ്ട എന്റെ ഇത്. എന്ത് പറ്റി ഉത്തമ? എന്തിനാ തല്ലിയേ? നിങ്ങൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇവൻ ഇതൊന്നും പോരാ, നല്ല പണി കൊടുക്കണം. ഇപ്പൊ പോട്ടെ. എടാ, നീ ഞങ്ങളെ വൃത്തിയായിട്ടവരായിട്ടല്ല കണ്ടിരിക്കുന്നത്, നല്ലവരായിട്ട് കണ്ടിട്ടില്ലല്ലോ. നീ കാണും, വാസ്തവമാക്കി കളയും നിന്നെ. ഞങ്ങളെ സർക്കാർ യന്ത്രമാണടാ, ഇങ്ങനെയും ചുറ്റും അങ്ങനെയും ചുറ്റും. റഹ്മാൻ സർ. യെസ് സർ. ഹേയ് പോടാ, വെറുതെ അടി വാങ്ങി ചാകണ്ട, പൊയ്ക്കോ. പോടാ. ശരിക്കും അവനെ തല്ലിയോ? അതേട്ടാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ അവന്റെ കഥ തീർക്കുന്നു. നീ സൂക്ഷിച്ചിരുന്നോ? നമുക്കും സമയമായി.
ഉണ്ടാകാൻ പോവാന്ന് പറയുന്നു. ഞാൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ 2-3 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നിനും ശരിക്കുള്ള തെളിവില്ല. ഇപ്പൊ ഞാൻ കീഴടങ്ങിയ അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതൊന്നും വേണ്ട, നിങ്ങൾ അല്ല അനിയ, ഈ ജീവൻ നീ തന്നതാ. ജീവൻ ഉള്ളതുവരെ ഞാൻ നിന്റെ ഒപ്പം നിൽക്കൂ. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുത്തേക്കാം. പുലി, നേരം വെളുത്തുടനെ ഈ കാലിഷെഡിൽ വന്ന് നിൽക്കുകയാണല്ലേ. വളരെ സങ്കടം തോന്നുന്നു പുലി. ഈ കുത്ത് കിട്ടിയതാ ബാക്കിയുള്ളത്. ഓരോന്നായിട്ടും നടന്നുകൊണ്ടിരിക്കല്ലേ സേവിയറെ. തീർച്ചയായും നമ്മളയച്ച തെളിവുകൾ അത് ശരിയായ വാതിൽക്കലേ മുട്ടു. ഒരു ഉദ്യോഗസ്ഥൻ വരും സേവിയറെ. എന്റെ ചങ്കിന്റെ ചങ്ക്, എന്റെ ദൈവമേ. സമരം ചെയ്തത് ഒരാള്, പോസ്റ്റർ അടിക്കുന്നത് മറ്റൊരാള്. ഇതുപോലത്തെ വൃത്തികിടക്കം നമ്മുടെ നാട്ടിൽ മാത്രം നടക്കൂ. പല്ല് തേക്കുന്നോ ഇല്ലയോ, വെളിച്ചായാ മതി, വെള്ളോടുപ്പിട്ട് വന്നോളും. ഒന്നും കിട്ടില്ല. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടേ 6 കൊല്ലായി. എന്ത് പറഞ്ഞാലും പല്ലിടിച്ചോടെ നിന്നോളും. വാ ചേട്ടാ, സുഖാണോ? ആ, എനിക്ക് സുഖാണ്. ഇതെന്താ പുതിയ മോഡലാണോ? അതെ, ഇന്നലെ വാങ്ങിച്ചതാ. എന്താ എന്ന് വാങ്ങിയില്ലേ? കട തുറക്കാൻ ഇനി സമയമായില്ലല്ലോ. എല്ലാരും കൂടി ഒന്ന് ചേർന്ന് പോയി കടയിൽ തന്നെ കടന്നൂടെ? എവിടെ ഇവിടെ ഒരുത്തി ഉണ്ടാവുമല്ലോ. കാഫി കുടിക്കുന്നേ. കൂട്ടാന്റെ കാര്യമൊക്കെ നോക്കിയോ. ആ ശരി. ഇതാണ്ടല്ലോ. വാടാ രാമാ, എന്താ പ്രത്യേകിച്ച് ഈ വഴിക്കൊക്കെ? എങ്ങനെ ചോദിക്കാതിരിക്കുക? നടക്കാൻ തുടങ്ങിയിട്ടേ 6 മാസങ്ങളായി. എന്താ അമ്മായി, പെണ്ണ് കൊടുത്തിട്ട് സ്വർണ്ണം പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായല്ലോ. എനിക്ക് തരേണ്ട 15 പവൻ തന്നു കഴിഞ്ഞാലേ ഞാൻ ആ ഇലക്കട ഡെവലപ്പ് ചെയ്യില്ലേ? അതൊക്കെ തരാടാ, പോയിട്ട് അടുത്ത മാസം വാ. പോ. എന്താ അമ്മായി, ഇന്നലെ ഒരു വാക്ക് ഇന്നൊരു വാക്കെന്ന് മാറ്റി പറയേയില്ലല്ലേ? എപ്പോഴും ഒരേ വാക്ക് തന്നെയാ അല്ലേ? പറഞ്ഞാ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പോലെയാണോ പറയാൻ പോകുന്നത്? കക്ഷി, പൊതുജീവിതം, ജനങ്ങളെന്ന് നിന്റെ മാമൻ എല്ലാ സ്വത്തും നശിപ്പിച്ചു കളഞ്ഞു. വിശ്വസിച്ചു. ഭയങ്കര കഷ്ടമാടാ. കേക്കാൻ എനിക്കാണ് കഷ്ടം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ വഴിയില്ല. കടയിൽ നിന്ന് ദോശമാവ് വാങ്ങിയ ദോശ ഉണ്ടാക്കി കഴിച്ചത്. മാഡം, ഈ വാൻകോഴി ഫ്രൈ ചെയ്യണോ അതെ കറി? ഞാൻ എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു? കാണാൻ അത്രയേ ഉള്ളൂ, പക്ഷെ നുണയാണെങ്കിലോ എങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതാ വന്നല്ലോ മല വിഴുങ്ങി. എപ്പോ വന്നാലും ബിസിയാണല്ലോ. ഞാൻ ഉണ്ടാക്കിയ മാന അഭിമാനമല്ല, ഒറ്റ വാക്കിൽ നശിപ്പിച്ചു കളഞ്ഞു. പ്രശ്നം തുടങ്ങി. ഇനി വെറുതെ ഇരിക്കില്ല. നമുക്ക് പോയിട്ട് അടുത്ത മാസം വന്നേക്കാം. എന്തൊരു കുടുംബമാണ് ഇത്. അതിനേക്കാളും വലിയ പ്രശ്നമാണല്ലോ. ഇതാരും മിസ്റ്റർ ഇലക്കട രാമൻ, യു ആർ അണ്ടർ മൈ കൺട്രോൾ. സർ, അകത്തൊന്നും കിട്ടില്ല. എന്താ കാര്യം? മിസ്റ്റർ പാണ്ഡിനാർ, വി ആർ ഫ്രം IT. ഫോൺ എടുക്ക. നിങ്ങളുടെ ഫോൺ? യുവർ ഫോൺ? ഇല്ല സാർ. നിങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യൂ. സാർ, നിങ്ങളുടെ 11 സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇറങ്ങിയല്ലേ? നിങ്ങളുടെ ഇലക്കടയിലും ഉണ്ട്. സാർ, ഞാൻ അത്രയ്ക്ക് വറുത്തല്ല സാർ. ഫോൺ എടുക്കൂ. എന്റെ അടുത്ത് ഫോണില്ല. അരയിൽ തിരികെ വെച്ചത്. അത് ഓഫായി 6 മാസമായി.
പിന്നെന്തിനാ അത് അമർത്തുന്നത്? തരൂ അങ്ങോട്ട്. എന്റെ സ്വന്തം പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി ചൂടായ ന്യൂസ് ദാ. അലമേലു റെഡിയാ? ലൈവ് ഓൺ ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യൂ. എല്ലാവർക്കും കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുക. ബാലന്റെ കടയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞാൽ മതി. സാറിന് ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ടാബ്ലറ്റ് കൊടുത്തേക്ക്. ഉച്ചയ്ക്ക് നാടൻ കോഴി ബിരിയാണിയും പറയും, ചൂടായിട്ട്. ഓക്കെ സാർ. ഇതൊക്കെ ഇപ്പം അടിച്ചല്ലേ ഉള്ളൂ. ഇതെല്ലാം അടിച്ചിനെ നനവ് പോലും ഉണങ്ങിയിട്ടേ ഇല്ല. അതിനുള്ളിലെല്ലാം അടിച്ചു മാറ്റിയില്ലേ പാവികളെ. 100-ന് 500-ന് എത്ര നേരം ATM ക്യൂ നിന്ന് അറിയോ? ഇതിൽ താഴെ പോയി തന്നിരുന്നെങ്കിൽ ഞാൻ സെറ്റിലായേനെ. 15 പവനല്ലേ ചോദിച്ചേ. അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വയ്ക്കും ഒരേ TV, സത്യം TV. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. ഓക്കെ അലമേലു? വാർത്ത എന്താന്ന് വെച്ചാൽ പറയുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ പേര് അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പാണ്ഡ്യനാർ, കാര്യങ്ങളൊക്കെ തോണ്ടി പുറത്തെടുക്കും സാർ. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ സ്വത്ത് വിവരം കൊടുത്തിരിക്കുന്നത് 2,66,70,432 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അത് 4,000 കോടിയോളം. 3.5 വർഷ കാലയളവിലാണ് ഇത്രയും സമ്പാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാസ ശമ്പളം എത്രയാണ്? 32,000 രൂപയും അലവൻസും. മകൻ എന്താണ് ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? വെളിച്ചെണ്ണ കച്ചവടം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്? ബേക്കറി. ഇപ്പോൾ ബേക്കറിയിൽ പോകുന്നുണ്ടോ? ആ അവസ്ഥയ്ക്ക് പോയിട്ടേ ഇല്ല. നാരായണ സ്കൂൾ, നാരായണ കോളേജ്, നാരായണ ഹോസ്പിറ്റൽ, നാരായണ മോൾ, നാരായണ അപ്പാർട്ട്മെന്റ്, നാരായണ കെമിക്കൽ ഫാക്ടറി, നാരായണ കല്യാണ മണ്ഡപം, നാരായണ തിയേറ്റേഴ്സ്. നാരായണ ഇതെല്ലാം 3 വർഷം 6 മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കോവിൽപ്പട്ടിക്കടുത്തായി നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ 400 ഏക്കർ ഭൂമി. എങ്ങനെ? ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ചോളവന്താനടുത്തുള്ള കയർ ഫാക്ടറി മരുമകളുടെ പേരിൽ. എങ്ങനെ? അവളുടെ പേരിലുണ്ടാ? എല്ലാം ബേക്കറിയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണോ? സാർ, എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിച്ചാൽ എങ്ങനെ? അവനോട് എന്തെങ്കിലും ചോദിക്കും സാറേ. ഷാട്ടാ. ഇതുകൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് 5 പേർക്കും 11 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. ഓരോ അക്കൗണ്ടിലും കോടിക്കണക്കിന് രൂപയുണ്ട്. എവിടുന്ന്? സാർ, സംസാരത്തിനിടയിൽ അവന്മാരുടെ കൂടെ എന്നെയും ചേർത്തല്ലോ. ഞാനൊക്കെ സാധാരണ ജീവിതം ജീവിക്കുന്നവനാ സാർ. മാനസ്തനാ. മിസ്റ്റർ മാനസ്തൻ, പറയൂ സാർ. നിങ്ങളുടെ പേരിൽ ഇന്ദുറാം ബാങ്കിൽ 77,66,00,000 രൂപയുണ്ട്. എന്റെ പേരിലോ? IMA ബാങ്കിൽ 20 കോടി രൂപയുടെ ഗോൾഡ് ബിസ്ക്കറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പെറ്റമാൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി തരാൻ വഴിയില്ല, എന്നിട്ടാണോ ഗോൾഡ് ബിസ്ക്കറ്റ്? ഷട്ട് അപ്പ്. സോറി സാർ. പിന്നെ സാർ, മേലൂരിൽ 7 ക്വാറികളുണ്ട് എന്റെ പേരിൽ. കഴിഞ്ഞ വർഷം 2,68,00,000 രൂപ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനോ? ദുബായിൽ കടലിനടിയിൽ 7 ബംഗ്ലാവുണ്ട്. എനിക്കോ? അതെ സാർ. പാസ്പോർട്ടേ ഇല്ല സാർ. അവരെടുത്തിട്ടുണ്ട്. എന്റെ പേരിലോ? അതെ. ഇവന്മാരെയൊക്കെ എടാ ഉണക്കത്തലയാ നിന്നെ. സോറി സാർ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. തടവച്ചു സാർ. ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് 6 മാസം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയതാ സാർ. കണ്ടിട്ടേ ഇല്ല സാർ, ഇന്നാണ് കാണുന്നത്. എടാ അളിയോ പോത്തെ, ഇതൊക്കെ കഴിക്കാണോടാ? വിശക്കുന്ന വരിയെ കഴിക്കാൻ പറ്റില്ലോ, അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങിപ്പോയേക്കും. സ്വന്തക്കാരൻ, ജോലിക്കാരൻ, പാചകക്കാരൻ എല്ലാവരുടെ പേരിലും സ്വത്ത് വാങ്ങി ഇട്ടേക്കും. ആരുടെ അടുത്ത് പറയൂല്ല, ഇവരത് അനുഭവിക്കുമില്ല. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് പോയി ചേർന്നേക്കും. മൊത്തത്തിലെല്ലാം വെറുതെ ആയി പോവും. അത് ഉള്ളപ്പോ തന്നെ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾക്ക് സന്തോഷിച്ചൂടെ? എടാ, ഒരു മനുഷ്യനെ ജീവിക്കാൻ 15 പവൻ തികയില്ലേ സാർ? യുവമാരുടെ അടുത്ത് ഞാൻ ഒന്നും വാങ്ങിയിട്ടേ ഇല്ല സാർ, എന്റെ ഭാര്യ ഒഴിയെ. ഇതാ ഇവിടെ നിൽക്കുന്നില്ലേ, ഇതെനിക്ക് ഒന്നും തരില്ല സാർ. ഇതെന്റെ അമ്മായിയാണ് സാർ, എന്റെ അച്ഛന്റെ കൂടപ്പുറപ്പാണ്. ഇവരൊക്കെ പെട്ടെന്ന് കോടീശ്വരനായപ്പോ ഈ ഇലക്കടക്കാരനെ അടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു സാർ. സാർ,
ഞാൻ വേണമെങ്കിൽ എന്റെ ഭാര്യയെ കൂടെ നമ്മുടെ വിട്ടേക്കാം സാർ. ഇതാ ഇതുപോലത്തെ ഒരു കേടുകെട്ട കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്തേന് എനിക്ക് വെറുപ്പുണ്ട് സാർ. മിസ്റ്റർ ഇലക്കട രാമൻ, എന്താ ഇപ്പോ? ലോക്ക് ദ ഡോർ. എന്നിട്ട് ഇവിടെ വന്നിരിക്കൂ. കണ്ടുപിടിച്ചു. എന്തൊക്കെ പെർഫോമൻസ് ചെയ്താലും പുറത്തേക്ക് വിടില്ലെന്നാ തോന്നുന്നത്. എന്റെ സ്വന്തം പ്രേക്ഷകരെ, നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വയ്ക്കും ഒരേ TV, സത്യം TV. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. അലമേലു ദൈവമേ, ആരാണീ അലമേലു? എന്തിനാ എങ്ങനെ കഷ്ടപ്പെടുത്തണത്? എല്ലാ ഡീറ്റെയിൽസും ഉടൻ തന്നെ സെൻഡ് ചെയ്തേക്കും. അമതൻ കൗണ്ട് ചെയ്തോ? അതിൽ എത്രയുണ്ട്? 300 കോടിയേക്കാൾ കൂടുതലുണ്ട് സാർ. പാണ്ഡ്യനാർ, ഈ നോട്ടൊക്കെ റദ്ദാക്കിയിട്ട് 7 മാസം കഴിഞ്ഞല്ലോ. ഇപ്പോഴെന്തിനാ വെച്ചിരിക്കുന്നേ? പറഞ്ഞാ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പോലെ പറയാമാവ, സാറ് വിശ്വസിച്ചേക്കും. ഇച്ചിരി അടുത്ത് വരുന്നേ. എന്റെ മരുമകളും ഭാര്യയും ദിവസവും ഇത് നോക്കി കരഞ്ഞ് കണ്ണു കലക്കും സാറേ. ഇത് വിശ്വസിക്കും സാർ. യെസ്. നാളെ തൊട്ട് എന്റെ അമ്മായിയും അളിയനും കണ്ട് കണ്ട് കരയാൻ വേണ്ടിയേ ഒരു 4-5 കെട്ടി ഇവിടെ വിട്ടിട്ട് പോയിക്കൂടെ സാർ? ഷട്ട് അപ്പ്. സോറി സാർ. പറയൂ പാണ്ഡ്യനാർ, നിങ്ങൾക്ക് എത്ര വെഹിക്കിൾസ് ഉണ്ട്? അതാ വെളിയിൽ നിൽക്കുന്നില്ലേ, അത്രേ ഉള്ളൂ. നോണ പറയല്ലടാ, സാറ് എല്ലാം കണ്ടുപിടിച്ചില്ലേ? എടോ തന്നെയൊക്കെ ചുമ്മാതിരിക്കടോ. എടാ നീ ഒന്ന് വെറുതെ ഇരിക്കടാ, കടകുണാന്ന് പറയലടാ. സാർ, ഫോറിൻ കാറൊക്കെ റൈസ് മിൽ ഗോഡൌണിലുണ്ട് സാറ്. 14 ബൈക്ക്, 2 ടാറ്റ ഏസ്, 6 ഇന്ത്യൻ കാർ, 4 അബ്രോഡ് കാർ. ഇതൊന്നും കണക്കിലില്ല. അല്ല, ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ആംബുലൻസ് എന്തിനാ നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? അതിലാണ് സാർ ആപത്തെല്ലാം ഉണ്ടായത്. ആംബുലൻസിൽ ഇവൻ കൈ വെച്ചു, സാർ അതിൽ കാല് വെച്ചു. രാജേന്ദ്രൻ, മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ പിന്നെ നോക്കാം. ആംബുലൻസ് ഫസ്റ്റ് റിലീസ് ചെയ്യും. വിഷ്ണു, ഒരു ചായ വാങ്ങിച്ചാലോ? പോയി അവിടെ ചെന്ന് വാങ്ങി കുടിക്കേ. ഹലോ, സ്ഥലം എവിടെയാ? വാ. എടാ വൈകുണ്ടോ, നമുക്കൊരു ചായ കുടിക്കാം. വാ. ഇത് ആരുടെ ഒപ്പാണ്? ഇയാളെയൊക്കെ MM പാണ്ഡ്യനാർന്നാ ഒപ്പിട്ടിരിക്കുന്നത്. പള്ളിക്കൂടത്തിൽ പോകുന്ന കാലം തൊട്ടേ തുടങ്ങി എന്റെ സാർ. ഒന്നങ്ങോട്ട് വെച്ചെന്നുണ്ടല്ലോ. ഷട്ട് അപ്പ്. നന്ദി സാർ. 2 പാസ്പോർട്ട്, 2 ലൈസൻസ്, 2 വോട്ടർ ID. എന്താ ഇതൊക്കെ? നാരായണൻ എന്ന പേരിലൊന്ന്, മിനിസ്റ്റർ നാരായണൻ എന്ന പേരിലൊന്ന്. രാജേന്ദ്രൻ, യെസ് സർ. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ ഇദ്ദേഹം സൈൻ ചെയ്ത എല്ലാ ഫയലുകളും കളക്ട് ചെയ്തേക്കൂ. ഉടൻ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കൂ. ഏതിലെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ അതിലെല്ലാം കേസ് ചാർജ് ചെയ്തു. ഇതാ വന്നല്ലോ. ഇത്രയും നേരം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. രാജേന്ദ്രൻ, ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകും. ഡോക്ടറെ അടുത്ത് കൂട്ടിട്ട് പോണം സാറേ, ഡോക്ടറെ അടുത്ത് കൂട്ടിട്ട് പോണം. എന്നെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും സാർ. പിന്നെയും കണ്ടുപിടിച്ചു. എന്തൊക്കെ ബോഡി ലാംഗ്വേജ് ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഇയാൾക്കും നെഞ്ചുവേദന വന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സൂം ചെയ്യുക. നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ. അലമേലു, നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്ക്. മന്ത്രി നാരായണൻ നെഞ്ചുവേദന വെറും റൈറ്റിലോട്ട് പിടിച്ചേക്കുക, പക്ഷേ നെഞ്ച് ലെഫ്റ്റിലാണ്. നിങ്ങൾ റെഡ് സർക്കിൾ ഇട്ട് മക്കൾക്ക് അത് കാണിക്കണം. അലമേലു, ഞാൻ ഇനി ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അടുത്തിരിക്കുന്ന സൂക്ഷിച്ചു കൊണ്ടുപോണേ സാർ. ഇപ്പൊ എന്റെ കൈയെഴുത്ത് ഞാനേ ഇട്ടോളാം സാറേ. വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജനങ്ങളോട് നന്ദി കാണിക്കൂ സാർ. സാർ, യെസ്. ഞാൻ എൻ്റെ ഇലക്കട ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. എന്നെ ഇവിടെ മുഴുവനും ഇരുത്തിച്ച് എൻ്റെ ഇല മുഴുവനും ഉണക്കി കളഞ്ഞല്ലോ സാർ. നിങ്ങൾ നന്നായി സഹകരിച്ചു രാമൻ. വീണ്ടും കാണാം. പിന്നെയും കാണാന്നോ? എന്താ അമ്മാവാ പറയടാ. നീ സാധാരണക്കാരനായിരുന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് നീ കാശുകാരനായോ അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ എല്ലാരും ഒരു വഴിയാക്കി. അമ്മായി ഉണ്ടല്ലേ? അധ്വാനിച്ച കാശ് എന്നെ വിട്ട് എവിടേക്കും പോവില്ല. ഞാൻ പോയി ബാലാജി കടയിൽ മാവ് വാങ്ങിട്ട് വരാ. എല്ലാവർക്കും ദോശ ഒഴിച്ച് കഴിക്കാം. ശരി മരുമോനെ. എല്ലാം തുടച്ചെടുത്തതിന് ശേഷം മരുമകനെന്ന് വിളിക്കുന്നു.
ഇതോ മന്ത്രി നാരായണൻ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. ആ പ്രസ് സാർ, പ്രസ്. ഓക്കെ, പ്രസ്സാണ്. അലമേലു, ആ തമിഴ് നീ ഒന്ന് എടുത്തേ. അഭിനയിക്കാണ് സാർ. എനിക്കും അറിയാം. കാലത്ത് ആ മരക്കട ബാബുവിന്റെ കേസിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും. വെയിറ്റ്. ഫോണിൽ കൊടുക്കണം. അവൻ പോയി ഹോസ്പിറ്റലിൽ കിടന്ന് അവനെ വെറുതെ വിടുക. ഒരിക്കലും വെറുതെ അവന്റെ കൂടാരുണ്ടാവുക. മുരുകൻ പേരിട്ട് ഒരുത്തരുണ്ട് സാർ. ആളെങ്ങനെയാ? നമ്മുടെ ആളുകൾ തന്നെയാ അവനെ കൂട്ടിക്കൊണ്ടുവന്നേ. ഇയാളെ ഒരു ചാനൽ പോലും മാനിക്കുന്നില്ല. നമ്മൾ മാത്രം കഴിക്കാതെ ഇങ്ങനെ ഇയാളുടെ പുറകെ ചുറ്റുന്നത്. തമിഴ് എല്ലാവരും പോകുന്ന അതേ വഴി നമ്മൾ പോകാൻ പാടില്ലമ്മാ. അപ്പോളേ തനിച്ചറിയത്തുള്ളൂ. എല്ലാം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഓട്ടോ അല്ലേ. ചായ കുടിക്ക്. പക്ഷെ ഒന്ന് പറയാൻ തമിഴ്, ഇയാൾ ഫ്രോഡാ. ഇതെങ്ങനെയെങ്കിലും വീഡിയോ ആധാരം എടുത്ത് ജനങ്ങളുടെ അടുത്ത് കാണിക്കണം. 15 വർഷത്തോളം നീ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ നിനക്ക് വേണ്ടി എന്താ ചെയ്ത്? അവൻ ഒന്നും ചെയ്യില്ല. അവന്റെ മനസ്സങ്ങനെയാ. രവി, ഈ നേരം തൊട്ട് മുരുകനല്ലേ സെക്രട്ടറി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കേസ് ഇട്ടിട്ടുണ്ട്. അതിൽ 3 കേസ് ഏറ്റവും പ്രധാനമാണ്. കുടുങ്ങിക്കഴിഞ്ഞാലേ ജന്മത്തിൽ പുറത്തു വരാൻ പറ്റില്ല. പുറത്ത് കാർ നിൽക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പണമുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തു വന്നേക്ക്. വേഗം വാ. അലമേലു ലൈവ് ഓൺ ചെയ്ത് ദേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മന്ത്രി നാരായണൻ മാറുവേഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ, മരം പോലെ നിൽക്കല്ലേ, അയാൾ ഓടി ഓടി ഓടി. അലമേലു ലൈവിലുണ്ടോ? ഐ ഗോട്ട് എ സെൻസേഷണൽ ഇഷ്യൂ. ലൈവ് ഓൺ ചെയ്യൂ. എന്റെ സ്വന്തം പ്രേക്ഷകരെ, ദേ എവിടെയും കാണാത്ത പുതിയ ന്യൂസ്. ചേട്ടാ പറഞ്ഞയച്ചു. രവി, നമ്മുടെ ആൾക്കാരോട് റെഡി ആയിട്ടിരിക്കാൻ. എന്റെ സ്വന്തം പ്രേക്ഷകരെ, മന്ത്രി നാരായണന്റെ മുഖം കാണിക്കാനായിട്ടുള്ള പോരാട്ടമാണ് ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് സൂം ചെയ്യും തമിഴ്ത്തൊണ്ടി. അവർ നമ്മുടെ അടുത്ത് കുടുങ്ങാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും പുറകെ തന്നെയുണ്ട്. ഇവിടുന്ന് അവൻ പോകാൻ പാടില്ല. കണ്ടതും അവനെ തട്ടിക്കളയണം. ശരി, ആക്സിഡന്റ് എന്ന് പറഞ്ഞ തീർത്താൽ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ അധികമായിട്ട് എവിടെ ഉണ്ട്, അയാൾ ആ വഴിയാണ് പോകുന്നത്. ഇതെല്ലാം റോങ് റൂട്ട് വൺവേയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അതിന്റെ പുറകെ വൺവേയിലാണ് പോകുന്നത്. പക്ഷെ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും മക്കൾക്ക് അറിയണമെന്നുള്ള ഒരേ കാരണം കൊണ്ടാണ്. അലമേലു, എന്റെ സ്വന്തം പ്രേക്ഷകരെ, മക്കളുടെ പണം റോങ് ആയിട്ട് യൂസ് ചെയ്താൽ ആരും നന്നായിട്ട് ഇരുന്നതായിട്ട് ഒരു ചരിത്രവും ഇല്ല.
ജീവനുണ്ട്. നീ എന്തായി പറയണ? ചേട്ടാ, ആംബുലൻസ് പുറപ്പെട്ടു. ആംബുലൻസിന്റെ പൊക്ക